വിശുദ്ധ
പിതാവേ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനുമെൻ്റെ സർവസ്വവും നിൻ മുൻപിലാണച്ച് കുമ്പിടുന്നു. ജീവനുമെൻ്റെ സർവസ്വവും നിൻ മുൻപിലാണച്ച് കുമ്പിടുന്നു. ആമേൻ. സ്തുതിപ്പിൻ ആത്മാ ദൈവത്തെ, സ്തുതിപ്പിൻ സൃഷ്ടി സർവമേ, സ്തുതിപ്പിൻ സ്വർഗ സംഗമേ. താതൻ സുതൻ ശുദ്ധാത്മനേ. ഞങ്ങളെ ഏറ്റവും അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ പ്രിയ പിതാവേ, മനോഹരമായ ഈ വിശുദ്ധ ദിവസം ഞങ്ങൾക്കേവർക്കും ഒരുമിച്ച് അവിടുത്തെ സന്നിധി മുൻപാകെ കടന്നു വരുവാൻ ലഭിച്ച അവസരത്തിനായിട്ട് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങളെല്ലാവരും ഒരുപോലെ പ്രതിസന്ധിയുടെയും ശോധനയുടെയും നടുവിൽ ജീവിക്കുന്നവർ എങ്കിലും അവിടുത്തെ അത്ഭുതകരമായ കൃപയിൽ ഞങ്ങളെ പരിപാലിച്ച് ഞങ്ങൾക്ക് ആവശ്യമായ വചനത്തെ ഞങ്ങൾക്ക് നൽകി ഞങ്ങളുടെ ജീവനെ അവിടുന്ന് പുതുക്കി ഇന്ന് പകൽക്കാലം ഞങ്ങളെ അനുഗ്രഹിക്കണം. ഞങ്ങളുടെ ഹൃദയത്തിലെ ധ്യാനവും വായിലെ വാക്കുകളും അവിടത്തേക്ക് പ്രസാദകരമായി തീരുവാൻ തക്കവണ്ണം ഇടവരുത്തണം. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവേ, പ്രാർത്ഥന കേൾക്കുമാറാകണമേ. ആമേൻ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആലപ്പുഴ പത്തനംതിട്ട സെക്ഷൻ്റെ ഓൺലൈൻ സർവീസിലൂടെ ഈ വിശുദ്ധ ആരാധനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുലമായ നാമത്തിൽ ഈ ആരാധനയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഈ സമയം നമ്മുടെ ആരാധനയുടെ തുടർച്ചയായിട്ട് നമുക്കെല്ലാവർക്കും സത്യപ്രദീപ ഗാനങ്ങളിലെ 49ാമത്തെ ഗാനം ആലപിക്കാം. മഹത്വമുള്ള
വായിച്ച് കേൾക്കുവാനുള്ള വേദഭാഗം വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 7 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. പിന്നെ സ്വർഗത്തിൽ യുദ്ധമുണ്ടായി. മിഖായേലും അവൻ്റെ ദൂതന്മാരും മഹാസർപ്പത്തോട് പടവെട്ടി. തൻ്റെ ദൂതന്മാരുമായി മഹാസർപ്പവും പടവെട്ടി ജയിച്ചില്ല താനും. സ്വർഗത്തിൽ അവരുടെ സ്ഥലം പിന്നെ കണ്ടതുമില്ല. ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ചു കളയുന്ന പിശാചും സാത്താനും എന്ന മഹാസർപ്പമായ പഴയ പാമ്പിനെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു. അവൻ്റെ ദൂതന്മാരെയും അവനോട് കൂടെ തള്ളിക്കളഞ്ഞു. അപ്പോൾ ഞാൻ സ്വർഗത്തിൽ ഒരു മഹാശബ്ദം പറഞ്ഞത് കേട്ടത്: ഇപ്പോൾ നമ്മുടെ ദൈവത്തിൻ്റെ രക്ഷയും ശക്തിയും രാജ്യവും അവൻ്റെ ക്രിസ്തുവിൻ്റെ ആധിപത്യവും തുടങ്ങിയിരിക്കുന്നു. നമ്മുടെ സഹോദരന്മാരെ രാപ്പകൽ ദൈവസന്നിധിയിൽ കുറ്റം ചുമത്തുന്ന അപവാദിയെ തള്ളിയിട്ട് കളഞ്ഞുവല്ലോ. അവർ അവനെ കുഞ്ഞാടിൻ്റെ രക്തം ഹേതുവായിട്ടും തങ്ങളുടെ സാക്ഷ്യവചനം ഹേതുവായിട്ടും ജയിച്ചു. മരണപര്യന്തം തങ്ങളുടെ പ്രാണനെ സ്നേഹിച്ചതുമില്ല. ഈ വാക്യങ്ങളാൽ ദൈവം നമ്മോട് സംസാരിക്കുമാറാകട്ടെ. ഈ സമയം നമുക്ക് പ്രാർത്ഥിക്കാം. അടിയങ്ങളെ സ്നേഹിക്കുന്ന പരിപാലിക്കുന്ന സ്വർഗസ്വനായ പിതാവേ, അടിയങ്ങളുടെ ജീവിതത്തോട് വിശുദ്ധമായ ഒരു ശബദിൻ്റെ അനുഭവം കൂടി ചേർക്കുന്ന വലിയ സ്നേഹത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഈ നിമിഷം കർത്താവേ, അടിയങ്ങൾ ഓരോരുത്തരെയും തിരുക്കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ക്രിസ്തുവേശുവിൻ്റെ രക്തം കൊണ്ട് നീ അടിയങ്ങളെ കഴുകി ശുദ്ധീകരിക്കുമാറാകണമെന്ന് അപേക്ഷിക്കുന്നു. കർത്താവേ, അടിയങ്ങളുടെ പ്രാർത്ഥനയെ കേൾക്കുവാൻ, അടിയങ്ങളുടെ ആരാധനയെ സ്വീകരിക്കുവാൻ സ്വർഗം അടിയങ്ങൾക്ക് വേണ്ടി തുറക്കുമാറാകണമെന്ന് അപേക്ഷിക്കുന്നു. ഈ നിമിഷം കർത്താവേ, അടിയങ്ങളുടെ ദേശത്തെ ഈ ലോകം മുഴുവനെയും തിരുക്കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അടിയങ്ങളുടെ സഹവിശ്വാസികളും സഹജീവികളും ഈ മാരകമായ പകർച്ചവ്യാധിയാൽ വലയുമ്പോൾ ദൈവത്തിൻ്റെ കൃപ അടിയങ്ങളുടെ ഒപ്പം ഇരിക്കുമാറാകണമെന്ന് അപേക്ഷിക്കുന്നു. രോഗത്തിൽ ആയിരിക്കുന്നവരെ ദൈവം സൗഖ്യം പ്രദാനം ചെയ്യുമാറാകണമെന്ന് അപേക്ഷിക്കുന്നു. രോഗത്തിൻ്റെ ഭീതിയിലായിരിക്കുന്നവർക്ക് ദൈവം ശക്തി പ്രദാനം ചെയ്യുമാറാകണമെന്ന് അപേക്ഷിക്കുന്നു. അതോടൊപ്പം തന്നെ രോഗത്തിൽ ഉറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെട്ട വേദനയിലായിരിക്കുന്നവരെ വിശേഷാൽ തിരുക്കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവാത്മാവ് അവരോട് സംസാരിക്കുകയും ഇടപഴകുകയും ചെയ്യണം. അവരെ ആശ്വസിപ്പിക്കുമാറാകണമെന്ന് അപേക്ഷിക്കുന്നു. കർത്താവേ, ഇന്ന് അടിയങ്ങൾക്ക് വേണ്ടി ഈ കാലത്തിൻ്റെ ദൂത് പങ്കുവെക്കുവാൻ പോകുന്ന പ്രിയപ്പെട്ട ദൈവദാസനെ തിരുക്കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അടിയങ്ങൾക്ക് ഇന്നാവശ്യമായ ദൂതിനെ ദൈവം സ്വർഗത്തിൽ നിന്നും പ്രദാനം ചെയ്യുമാറാകണമെന്ന് അപേക്ഷിക്കുന്നു. ഒരിക്കൽ കൂടി അടിയങ്ങൾ ഓരോരുത്തരെയും ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഇതിൻ്റെ ഭാഗമായിക്കൊണ്ടിരിക്കുന്ന ഓരോരുത്തരെയും തിരുക്കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കണം, ആശീർവദിക്കണം, സകല മാനവമഹത്വം പങ്കെടുക്കണം. എല്ലാം യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഈ സമയത്ത് ഒരു പ്രത്യേക ഗാനം ആലപിക്കുന്നതിനായി മിസ്സിസ് എമിലി ഫെർണാണ്ടസിനെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. യേശുവിൽ ചാരിടാ
മനോഹരമായ ഗാനം ആലപിച്ച മിസ്സിസ് എമിലി ഫെർണാണ്ടസിന് ദൈവനാമത്തിൽ നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഈ സമയം ദൈവത്തിൻ്റെ വചനം കേൾക്കുവാനുള്ള സമയമാണ്. വചനം പ്രസംഗിക്കുന്നതിനായി ദൈവത്തിൻ്റെ ദാസൻ പാസ്റ്റർ രാജേഷ് അവറുകളെ ദൈവനാമത്തിൽ ക്ഷണിച്ചുകൊള്ളുന്നു. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും വലിയവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുകയാണ്. വീണ്ടും ഒരിക്കൽ കൂടെ ഒരു വിശുദ്ധ ശബദ് കൂടെ ദൈവത്തെ ആരാധിപ്പാൻ തക്കവണ്ണം നമുക്ക് ലഭിച്ചതുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എത്രയോ പേർ കഴിഞ്ഞ 2 വർഷക്കാലത്തിൻ്റെ ഇടയിൽ കൊറോണ ബാധിച്ചും മറ്റിതര പ്രയാസങ്ങളിൽ അകപ്പെട്ടും ഇപ്രകാരമുള്ള അനുഭവങ്ങൾ അനുഭവിക്കുവാൻ കഴിയാതെ മൺമറഞ്ഞ് പോകുവാൻ തക്കവണ്ണം ഇടയായിട്ടുണ്ട്. 2 വർഷമായി ആലയത്തിൽ കടന്നു വരുവാൻ കഴിയാതെ, ഒരിക്കൽ പോലും സഹവിശ്വാസികളെ കാണുവാൻ കഴിയാതെ, ആരാധനാലയത്തിൽ വരുവാൻ കഴിയാതെ എത്രയോ ലക്ഷങ്ങൾ ഈ ലോകത്തിൽ മൺമറഞ്ഞു പോയിരിക്കുന്നു. ഓരോ ഭവനങ്ങളിലും കിടക്കപ്പെടേണ്ടി വന്നിരിക്കുന്നു. എങ്കിലും ദൈവം നമുക്ക് ഇപ്രകാരം ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെ എങ്കിലും പരസ്പരം കാണുവാനും ഇപ്രകാരം വചനം ധ്യാനിക്കുവാൻ, പഠിക്കുവാൻ ലഭിച്ചിരിക്കുന്ന ഈ അവസരത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ചില വർഷങ്ങൾക്ക് മുൻപ് സഭകളിൽ വചനം ശുശ്രൂഷിക്കുന്ന സമയത്തൊക്കെ ഞാൻ പറയുവാൻ ഇടയായ ഒരു കാര്യമുണ്ടായിരുന്നു. ഇന്ന് ഓരോ ശബദങ്ങളിലും പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എത്രമാത്രം ആവേശത്തോടു കൂടിയാണ് ദൈവത്തിൻ്റെ ആലയത്തിൽ ആരാധനയ്ക്കായിട്ട് കടന്നു വരുന്നത്. എന്നാൽ ഇപ്രകാരമുള്ള ഈ ഒരു ആരാധനാ സ്വാതന്ത്ര്യം നമുക്ക് എല്ലാ കാലത്തും ഉണ്ടാകണമെന്നില്ല. ആയതിനാൽ ലഭ്യമായിരിക്കുന്ന ഈ സ്വാതന്ത്ര്യം നിസ്സാര കാര്യങ്ങൾക്ക് തട്ടിക്കളയാതെ ഓരോ ശബദിലും ആലയത്തിൽ കടന്നു വന്ന് ദൈവത്തിൻ്റെ വചനം പഠിക്കുവാൻ, വചനം ധ്യാനിക്കുവാൻ, കൂട്ടായ്മ ആചരിക്കുവാൻ, വിശ്വാസത്തിൽ ശക്തിപ്പെടുവാൻ ഞാൻ എപ്പോഴും ആഹ്വാനം ചെയ്യുക പതിവായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമുക്ക് ആരാധനാ സ്വാതന്ത്ര്യമില്ലാതെ ഓരോരുത്തരും അവരവരുടെ ഭവനങ്ങളിൽ അടച്ചു കഴിയപ്പെട്ട 2 വർഷമാണ് ഈ കഴിഞ്ഞ നാളുകളിലൂടെ നമ്മുടെ മുൻപാകെ കടന്നു പോകുന്നത്. ഇന്ന് ആരാധനയ്ക്ക് നമുക്ക് കടന്നു വരുവാൻ കഴിയുന്നില്ല എങ്കിലും സൂമിലൂടെയും ഗൂഗിൾ മീറ്റിലൂടെയും മറ്റിതര പ്ലാറ്റ്ഫോമുകളിലൂടെയും ദൈവത്തിൻ്റെ വചനം നാം ഇപ്പോഴും കേട്ടുകൊണ്ടിരിക്കുകയാണ്. യൂട്യൂബിലൂടെ ശുശ്രൂഷകൾ കാണുന്ന അനേകർ ഇന്ന് നമ്മുടെ മധ്യത്തിൽ തന്നെയുണ്ടല്ലോ. എന്നാൽ വളരെ വേഗം ഇപ്രകാരമുള്ള പ്ലാറ്റ്ഫോമുകളിലൂടെ പോലും വചനം കേൾക്കുവാൻ കഴിയാത്ത വിധത്തിൽ ദൈവകൽപ്പന അനുസരിക്കുന്നവർക്ക് ഇപ്രകാരമുള്ളതായ അവകാശങ്ങളൊക്കെ നിരസിക്കുന്ന ഒരു കാലം നമ്മുടെ മുൻപാകെ ഏറ്റവും ആസന്നമാകുകയാണ് എന്ന സത്യവും നിങ്ങൾ ഏവരും എപ്പോഴും ഹൃദയത്തിൽ സൂക്ഷിക്കണം. നമുക്ക് ഇന്ന് ലഭ്യമായി കൊണ്ടിരിക്കുന്ന എല്ലാ അവകാശങ്ങളും നമ്മിൽ നിന്നും എടുത്തു മാറ്റപ്പെടും എന്ന ദൈവത്തിൻ്റെ ആ ആഹ്വാനം, ദൈവത്തിൻ്റെ ആ വെളിപ്പെടുത്തൽ ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് നമുക്ക് ലഭിക്കുന്ന ഈ സമാധാനത്തിൻ്റെ നാളുകൾ, ഈ സ്വസ്ഥതയുടെ നാളുകൾ തക്കത്തിൽ ഉപയോഗിക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മുടെ ബുദ്ധികളെ ഉപയോഗിക്കട്ടെ, അതിനായി പ്രചോദിപ്പിക്കുമാറാകട്ടെ. നാം ഇന്ന് കാണുന്ന കഷ്ടതകളൊന്നും കഷ്ടതകളല്ല. ഇതിലും അധികമായ ശോധനകൾ, ഇതിലും അധികമായ വെല്ലുവിളികൾ നമ്മുടെ മുൻപാകെ വരുന്നു എന്ന് ദൈവത്തിൻ്റെ ജനത്തെ പരിശുദ്ധനായി ദൈവം വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. ആയതിനാൽ ആ ശോധനകൾക്കായി തയ്യാറെടുക്കുവാൻ, ദൈവത്തിൽ നിന്നും ശക്തിയെ പുതുക്കി കഴുകന്മാരെ പോലെ ചിറകടിച്ച് പറന്നുയരുവാൻ നമ്മെ ഓരോരുത്തരെയും ഈ നാളുകളിലെ ശുശ്രൂഷകൾ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഒരു നിമിഷം പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വചനധ്യാനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഞങ്ങൾ ഏറ്റവും അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, അവിടുന്ന് ഞങ്ങൾക്ക് നൽകുന്ന സർവ്വ നന്മകൾക്കായിട്ടും ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. അവിടുത്തെ വചനത്തിലൂടെ ഈ ലോകത്തിൽ നടക്കുവാൻ പോകുന്ന ഓരോ സംഭവങ്ങളെയും മുൻകൂട്ടി ഞങ്ങളെ അറിയിപ്പിക്കുന്ന കൃപയ്ക്കായിട്ട് നന്ദി പറയുന്നു പ്രിയ പിതാവേ. അതറിഞ്ഞ്, അത് മനസ്സിലാക്കി, അതിനാനുപാതികമായി തയ്യാറെടുപ്പ് നടത്തുവാൻ തക്കവണ്ണം അവിടുന്ന് ഞങ്ങളെ സഹായിക്കുമാറാകണമേ. വിവേകിയായ മനുഷ്യൻ അനർത്ഥം മുൻകൂട്ടി കാണുന്നു എന്നും അവൻ അനർത്ഥം മുൻകൂട്ടി കണ്ട് തന്നെത്താൻ ഒളിക്കുന്നു എന്നും ഞങ്ങളെ തിരുവെഴുത്തുകൾ പഠിപ്പിക്കുന്നു. അവന് വിവേകിയാകുവാൻ കഴിഞ്ഞത് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പഠനത്തിലൂടെയാണ് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നു പ്രിയ പിതാവേ. ആ പഠനത്തിലൂടെ കർത്താവിന് വേണ്ടി നിലനിൽക്കുവാൻ, തയ്യാറെടുപ്പ് നടത്തുവാൻ ഈ നാളുകളിൽ ഞങ്ങളെ സഹായിക്കണം. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ ധ്യാനത്തെ അവിടെ നിന്ന് അനുഗ്രഹിക്കണം. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ കേൾക്കുമാറാകണമേ. ആമേൻ. എല്ലാവർക്കും ഒരിക്കൽ കൂടെ
ഇന്നത്തെ വചനധ്യാന ശുശ്രൂഷയിലേക്ക്, ഈ ആരാധനാ കൂട്ടായ്മയിലേക്ക് ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ്. ചില വർഷങ്ങൾക്ക് മുൻപ് എന്നെ വളരെ ആഴമായി സ്വാധീനിച്ച ഒരു കഥ നിങ്ങളുമായി പങ്കുവെച്ചുകൊണ്ട് ഇന്നത്തെ വചന ചിന്തയിലേക്ക് ഞാൻ പ്രവേശിക്കുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുകയാണ്. ഓസ്ട്രേലിയൻ ദ്വീപ സമൂഹത്തിൽ കാണപ്പെടുന്ന വളരെ മനോഹരനായ മുയലുകളെക്കുറിച്ച് ഒരു കഥ ഞാൻ ഒരിക്കൽ വായിക്കുവാൻ തക്കവണ്ണം ഇടയായി. ആ കഥയുടെ അന്തസത്ത ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ്. അവിടെ മുയൽ പിടിക്കുന്നവർ അല്ലെങ്കിൽ മുയലിറച്ചി അവിടെയുള്ളതായ പ്രിയപ്പെട്ടവർക്ക്, മനുഷ്യർക്കൊക്കെ വളരെ ഇഷ്ടമുള്ള ഒരു ഇറച്ചിയാണ്. നാം അത് ഭക്ഷിക്കുവാൻ പാടില്ല. എന്നാൽ ഓസ്ട്രേലിയയിൽ അവിടെ പട്ടികളെ അല്ലെങ്കിൽ നായ്ക്കളെ, വേട്ടയാടി പിടിക്കുന്ന പട്ടികളെ ഉപയോഗിച്ച് വളരെ വേഗത്തിൽ വനത്തിലൂടെ സഞ്ചരിക്കുന്ന, ഓടുന്ന മുയലുകളെ പിടിക്കുവാൻ തക്കവണ്ണം അവിടുത്തെ മനുഷ്യർ ചെയ്യുന്ന ചില പ്രവൃത്തികളെക്കുറിച്ച് ഞാനൊരു കഥ വായിക്കുവാൻ തക്കവണ്ണം ഇടയായി. കാണാൻ വളരെ ഭംഗിയുള്ള വെളുത്ത നിറത്തോടുകൂടിയ മുയലുകൾ. ആ ഇറച്ചി അവർ വല്ലാതെ ഇഷ്ടപ്പെട്ടിട്ട് ആ മുയലുകളെ ആക്രമിച്ച് അല്ലെങ്കിൽ ആ മുയലുകളെ വേട്ടയാടി പിടിക്കുക എന്നത് ഓസ്ട്രേലിയയിലെ മനുഷ്യരുടെ, നായാട്ടുകാരുടെ ഒരു സ്വഭാവമായിരുന്നു. അങ്ങനെ വേഗത്തിൽ ഓടുന്ന മുയലുകളെ ഓടിപ്പിടിക്കുവാൻ മനുഷ്യന് കഴിയാത്തത് കൊണ്ട് ആ മുയലുകളെ പിടിക്കുവാൻ ട്രെയിനിങ് ലഭിച്ച വേട്ടപ്പട്ടികളുമായിട്ടാണ് ഈ മനുഷ്യർ കാട്ടിൽ ചെല്ലുന്നത്. അവർ മാളങ്ങൾ കാണും. ആ മാളത്തിന് സമീപത്തായിട്ട് അവർ ഒളിച്ചിരുന്ന് ഈ മാളത്തിൽ നിന്നും ആഹാരം തേടി പുറത്തിറങ്ങുന്ന ഈ മുയൽക്കൂട്ടങ്ങളുടെ പിന്നാലെ പട്ടികളെ വിട്ട് അവരെ ഓടിച്ച് അവരെ ഒടുവിൽ പിടിക്കുന്നതായ ഒരു കെണിയാണ് ഈ മനുഷ്യർ ഒരുക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നത്. അങ്ങനെ ഇവർ അവരുടെ വേട്ടപ്പട്ടികളുമായി ആ കാട്ടിൽ ചെല്ലും. ആ മാളത്തിൽ നിന്നും പുറത്തു വരുന്ന മുയലിനെ തന്ത്രപരമായി പിടിക്കുവാൻ തക്കവണ്ണം ഇവർ ശ്രമിക്കും. മുയല് മാളത്തിൽ നിന്നും തൻ്റെ കുഞ്ഞുങ്ങൾക്കായി ആഹാരം ശേഖരിക്കുവാൻ പുറത്തിറങ്ങിയപ്പോൾ ആ മുയലിന് പിന്നാലെ അതിവേഗതയിൽ വേട്ടപ്പട്ടികൾ ആ മുയലിൻ്റെ പിന്നാലെ ഓടുവാൻ തുടങ്ങി. എത്ര ഓടിയാലും കാര്യമില്ല, കാരണം ഒടുവിൽ ഈ പട്ടികൾ കൂട്ടമായി വന്ന് ഈ മുയലിനെ പിടിക്കുക തന്നെ ചെയ്യും. ഈ പട്ടികൾ മുയലിന് പിന്നാലെ ഓടുന്ന സമയത്ത് ആ പട്ടികളുടെ ഉടമസ്ഥന്മാരായ നായാട്ടുകാർ ചെയ്യുന്ന പ്രവൃത്തി, അവർ നേരെ ഓടി വന്ന് അവരുടെ സഞ്ചിയിലുള്ള ഒരു പ്രത്യേക വസ്തു, വളരെ ദുർഗന്ധം വമിക്കുന്ന, വളരെ ചീഞ്ഞു നാറുന്ന ഒരു വസ്തുവുമായിട്ടാണ് അവർ സഞ്ചികളിൽ ആ വേട്ടയ്ക്ക് കടന്നു വരുന്നത്. ഈ പട്ടി മുയലുകളെ ഓടിക്കുന്നതായ സമയത്ത് ഈ നായാട്ടുകാർ അവരുടെ സഞ്ചിയുമായി വേഗത്തിൽ മുയലിൻ്റെ മാളത്തിൻ്റെ അരികിൽ കടന്നു വരും. ശേഷം ആ മാളത്തിന് ചുറ്റും ഒരു ചെറിയ മതിൽ പോലെ ഇവരുടെ കയ്യിലുള്ള ദുർഗന്ധം വമിക്കുന്ന ചീഞ്ഞു നാറിയ ഈ വസ്തു ഒരു ചെറിയ മതിൽ പോലെ അവർ ചുറ്റി ആ മാളത്തിന് ചുറ്റും ഇങ്ങനെ കെട്ടിപ്പൊക്കും. ശേഷം അവർ മാറി ഒളിച്ച് പാത്തിരിക്കും. ആ വേട്ടപ്പട്ടികൾ ഓടിച്ചോടിച്ച് ഒടുവിൽ മുയലിന് മനസ്സിലാകും, എത്ര ഓടിയിട്ടും കാര്യമില്ല, ഈ പട്ടികൾ ഞങ്ങളെ പിടിച്ചുകൊണ്ട് പോവും. അങ്ങനെ മുയലിന് മനസ്സിലാകും, എൻ്റെ ഒരേ ഒരു രക്ഷ എൻ്റെ മാളത്തിൽ എനിക്ക് കയറുവാൻ കഴിഞ്ഞാൽ, എൻ്റെ മാളത്തിനകത്ത് എനിക്ക് കടന്നുകൂടുവാൻ കഴിഞ്ഞാൽ ഇവരെ അതിജീവിക്കുവാൻ എനിക്ക് കഴിയും എന്ന ചിന്തയോടെ ഈ മുയല് വളരെ വേഗത്തിൽ ഒടുവിൽ ലക്ഷ്യം വയ്ക്കുന്നത് തൻ്റെ മാളത്തിലേക്കായിരിക്കും. വേഗത്തിൽ ഈ മുയല് മാളത്തിലേക്ക് ഓടിപ്പോകുന്ന സമയത്ത് സഡൻ ബ്രേക്ക് ഇട്ട മാതിരി ആ മാളത്തിന് മുൻപാകെ ഈ മുയലുകൾ വന്ന് നിൽക്കുവാൻ തക്കവണ്ണം ഇടയാകും. അവർ കാണുകയാണ് പിറകിൽ വേട്ടപ്പട്ടികൾ അവരെ കൊല്ലുവാൻ തക്കവണ്ണം ഓടി വന്നുകൊണ്ടിരിക്കുന്നു. മുൻപിൽ മാളത്തിനകത്ത് പ്രവേശിക്കണമെങ്കിൽ ഈ ദുർഗന്ധം വമിക്കുന്ന ചീഞ്ഞു നാറിയ ഈ വസ്തുവിലൂടെ നൂഴ്ന്നു വേണം, അല്ലെങ്കിൽ ആ ചീഞ്ഞു നാറിയ വസ്തുവിലൂടെ വേണം ഈ മുയലിന് അകത്ത് മാളത്തിനുള്ളിലേക്ക് നൂഴ്ന്നു കയറുവാൻ. എന്തായിരിക്കും ഈ മുയൽ ചെയ്യുക? ജീവനാണ് ഏറ്റവും വലുത് എന്ന് നാം പലപ്പോഴും പഠിപ്പിക്കാറുണ്ട്, നാം പലപ്പോഴും ഈ ലോകത്തോട് പ്രസംഗിക്കാറുണ്ട്. ജീവനാണ് വലുത്. എന്നാൽ ഈ മുയലുകൾ മാളത്തിനകത്ത് കയറണമെങ്കിൽ അവരുടെ മനോഹരമായ ശരീരത്തിൽ ദുർഗന്ധം വമിക്കുന്ന ഈ വസ്തു അവരുടെ ശരീരത്തിൽ പറ്റണം.
എന്നാൽ ഈ മുയലിന് തൻ്റെ ശരീരത്തെ വൃത്തികേടാക്കുവാൻ മനസ്സില്ലാതെ ധൈര്യത്തോടുകൂടി, ഇത്രമാത്രം ധൈര്യത്തോടുകൂടി ആ വൃത്തിഹീനമായ, ആ ചീഞ്ഞഴുകിയ ആ വസ്തുവിന് തൊട്ടു മുൻപിലായി ശരീരം, കാലുകളും കൈകളും ഉയർത്തിപ്പിടിച്ച്, ഞാൻ ചത്താലും നിങ്ങൾ എന്നെ കൊന്നാലും ശരി, ഞാൻ എൻ്റെ ശരീരം ഈ ഒരു ദുർഗന്ധത്തിലൂടെ കടത്തിവിട്ട് എൻ്റെ ശരീരം വൃത്തികേടാക്കുകയില്ല എന്ന് പ്രഖ്യാപിക്കുന്ന മുയലുകളെ നമുക്ക് അവിടെ കാണുവാൻ തക്കവണ്ണം സാധിക്കും. ആത്യന്തികമായി എന്താണ് സംഭവിക്കുക? ആ മുയലുകളെ വേട്ടപ്പട്ടികൾ കൂട്ടമായി പിടിക്കും. ആ മുയലുകളെ പിടിച്ചുകൊണ്ട് നായാട്ടുകാർ അവരുടെ ഭവനങ്ങളിലേക്ക് പോകും. ഇവിടെ നമുക്ക് പഠിക്കുവാൻ കഴിയുന്ന ഏറ്റവും വലിയ സത്യം എന്നത്, മുയലുകൾ ആ ദുർഗന്ധത്താൽ അവരുടെ ശരീരം വൃത്തികേടാക്കുവാൻ തക്കവണ്ണം താല്പര്യപ്പെട്ടില്ല. അതിന് അവർ നൽകിയ വില അവരുടെ ജീവനായിരുന്നു, അവരുടെ ജീവനായിരുന്നു. ഇന്ന് ലോകത്തിൻ്റെ മാലിന്യങ്ങൾ നമ്മുടെ ഓട്ടക്കളത്തിൽ നമ്മെ മാലിന്യപ്പെടുത്തുവാൻ തക്കവണ്ണം എല്ലായിടത്തും സാത്താൻ കൂട്ടിവെച്ചിരിക്കുകയാണ്. ഒന്നുകിൽ നാം യേശുക്രിസ്തുവിന് വേണ്ടി ആ നിത്യജീവൻ്റെ അവകാശികളായി മാറുവാനുള്ള ഈ ഓട്ടക്കളത്തിൽ സ്ഥിരതയോടെ ഓടണം. അല്ലെങ്കിൽ പല ഭാഗത്തായി, പല രീതിയിലും ഭാവത്തിലും നമ്മെ വൃത്തികേടാക്കുവാൻ, നമ്മെ വൃത്തിഹീനരാക്കുവാൻ സാത്താൻ വച്ചിരിക്കുന്നതായ ഈ മാലിന്യ കൂമ്പാരങ്ങളിലൂടെ കടന്നു ചെന്ന് നാമും ഈ ലോകത്തെ പോലെ അഴുക്കുള്ളവരായി, ഈ ലോകത്തെ പോലെ മാലിന്യമുള്ളവരായി, ഈ ലോകത്തെ പോലെ ദുഷ്ടന്മാരായി നിലനിൽക്കുവാൻ തക്കവണ്ണം ഇടയായി തീരണം. ആ മുയലുകളുടെ തെരഞ്ഞെടുപ്പ് നമ്മുടെ മുൻപാകെ ഒരു സാക്ഷ്യമായി നിലനിൽക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇവിടെ സാത്താൻ്റെ ലക്ഷ്യം, ഈ ലോകത്തിൽ സാത്താൻ ഇഷ്ടപ്പെടുന്നത്, ആഗ്രഹിക്കുന്നത് എല്ലാ മനുഷ്യരെയും അവൻ്റെ അടിമകളാക്കുക, എല്ലാ മനുഷ്യരെയും തൻ്റെ അനുവർത്തികളാക്കുക എന്നതാണ് സാത്താൻ്റെ ആത്യന്തികമായ ലക്ഷ്യം. വെളിപ്പാടിൻ്റെ പ്രവചനം 12-ാം അധ്യായത്തിലേക്ക് നാം ഇന്ന് പകൽക്കാലം വേഗത്തിൽ കടന്നു പോവുകയാണ്. വെളിപ്പാടിൻ്റെ പ്രവചനം 12-ാം അധ്യായം അതിൻ്റെ 7-8 വാക്യങ്ങളിലൂടെ നാം വേഗത്തിൽ സഞ്ചരിക്കുകയാണ്. പിന്നെ സ്വർഗത്തിൽ യുദ്ധമുണ്ടായി. മീഖായേലും അവൻ്റെ ദൂതന്മാരും മഹാസർപ്പത്തോട് പടവെട്ടി. തൻ്റെ ദൂതന്മാരുമായി മഹാസർപ്പവും പടവെട്ടി, ജയിച്ചില്ല താനും. സ്വർഗത്തിൽ അവരുടെ സ്ഥലം പിന്നെ കണ്ടതുമില്ല. ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ചു കളയുന്ന സാത്താനും പിശാചും എന്ന മഹാസർപ്പമായ പഴയ പാമ്പിനെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു. ഇവിടെ ദൈവത്തിൻ്റെ തിരുവെഴുത്തുകൾ നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു വലിയ സത്യം, സാത്താൻ പരാജയപ്പെട്ടവനാണ്, സാത്താൻ തോൽപ്പിക്കപ്പെട്ടവനാണ്. ആ സാത്താനെ ഈ ഭൂമിയിലേക്ക് തള്ളിക്കളയുവാൻ, പരാജയപ്പെട്ട് ഈ ഭൂമിയിലേക്ക് തള്ളിയിടപ്പെടുവാൻ തക്കവണ്ണം സാത്താനും അവൻ്റെ അനുയായികളുമായ ദൂതന്മാരും ഇടയായി തീർന്നു. ശേഷം അവന് ഒരു ദൗത്യം ഈ ഭൂമിയിൽ നിറവേറ്റുവാൻ തക്കവണ്ണമുണ്ട്. എന്താണ് അവൻ്റെ ആത്യന്തികമായ ആ ദൗത്യത്തിൻ്റെ ലക്ഷ്യം? എന്താണ് ആ ലക്ഷ്യം? ഭൂതലത്തെ മുഴുവനും തെറ്റിച്ചു കളയണം, ഭൂതലത്തെ മുഴുവനും വഞ്ചിക്കണം, ഭൂതലത്തെ മുഴുവനും നശിപ്പിക്കണം. ആരും ദൈവത്തിൻ്റെ മക്കളായി നിലനിൽക്കുവാൻ പാടില്ല, എല്ലാവരുടെയും അവകാശി ഞാൻ മാത്രമാകണം എന്ന ചിന്ത സാത്താനുണ്ടായിരുന്നു. ഭൂതലത്തെ മുഴുവനും തെറ്റിച്ച് കളയുവാൻ സാത്താൻ, മഹാസർപ്പമായ പിശാച് മനസ്സിൽ ആഗ്രഹിക്കുകയാണ്. എല്ലാ കാലത്തും ആ പോരാട്ടം പൈശാചികനായവൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഭൂമിയെ മുഴുവനും, ഭൂമിയിലെ സകല മനുഷ്യരെയും തൻ്റെ അനുയായികളാക്കി തീർക്കുക, തൻ്റെ അനുവർത്തികളാക്കി തീർക്കുക, താൻ പറയുന്നതൊക്കെ കേൾക്കുന്ന അനുയായികളാക്കി ഈ ഭൂമിയിലെ സകല മനുഷ്യരെ മാറ്റുക എന്നതായിരുന്നു സാത്താൻ്റെ ലക്ഷ്യം. എന്നാൽ നാം ലോകത്തിൻ്റെ അനുഭവങ്ങളെ പരിശോധിച്ചാൽ, വേദപുസ്തക ചരിത്രം പരിശോധിച്ചാൽ, ഒരു കാലത്തും അന്നു മുതൽ പാപം ഈ ലോകത്തിൽ ആരംഭിച്ചതായ സമയം മുതൽ ഇന്നുവരെയും അപ്രകാരം ഭൂമിയിൽ ഉണ്ടായിരുന്ന എല്ലാ മനുഷ്യരും ഒരുപോലെ സാത്താനെ സേവിച്ച ഒരു സമയം ഉണ്ടായിട്ടില്ല. എല്ലായ്പ്പോഴും വിശ്വസ്തരായ ചിലരെ എങ്കിലും ദൈവം ഈ ലോകത്തിൽ അവശേഷിപ്പിച്ചിരുന്നു. പ്രളയത്തിന് മുൻപ് ഈ ലോകം മുഴുവനും പാപത്താൽ നിറയപ്പെട്ടുവെങ്കിലും ദൈവം നോഹ എന്ന വിശ്വസ്തനായ, നീതിമാനായ, നിഷ്കളങ്കനായ ഒരു മനുഷ്യനെ കാണുവാൻ തക്കവണ്ണം ഇടയായി. ആയതിനാൽ ലോകത്തിൻ്റെ ചരിത്രം നാം പരിശോധിച്ചു കഴിഞ്ഞാൽ എത്രമാത്രം ദുരന്തങ്ങൾ, എത്രമാത്രം ഇരുണ്ട കാലമാണ് ഈ ലോകത്തിലൂടെ നാം സഞ്ചരിക്കേണ്ടി വന്നത് എന്ന് ചിന്തിച്ചാൽ പോലും there was always righteous people in this world. ഈ ലോകത്തിൽ നീതിമാനായ മനുഷ്യൻ ഒരു വ്യക്തിയെങ്കിലും ഇല്ലാതെ
വരാതിരുന്ന ഒരു സമയം പോലും ഇന്നുവരെയും ഈ ലോകത്തിൽ ഉണ്ടായിരുന്നിട്ടില്ല. There is always God's righteous people lived in this world. ഈ ലോകത്തിൽ എല്ലായ്പ്പോഴും ദൈവത്തിൻ്റെ വിശ്വസ്തരായ നീതിമാന്മാർ ജീവിച്ചിരുന്നിട്ടുണ്ട്. എന്നാൽ ഈ ഭൂമിയിലെ എല്ലാവരെയും, എല്ലാ മനുഷ്യരെയും തൻ്റെ അനുയായികളും അനുവർത്തികളുമാക്കി തീർക്കണം എന്ന സാത്താൻ്റെ ലക്ഷ്യം നിറവേറിയിട്ടില്ല. അതിനു വേണ്ടിയിട്ടാണ് അവൻ അത്യക്ഷമായി, അതിനു വേണ്ടിയിട്ടാണ് അവൻ അതികഠിനമായി ഈ ലോകത്തിൽ കഠിനാധ്വാനം ചെയ്യുന്നത് എന്ന് നമ്മെ ദൈവത്തിൻ്റെ തിരുവെഴുത്തുകൾ പഠിപ്പിക്കുന്നു. എന്തുകൊണ്ടാണ് ആ ചെറിയൊരു ശേഷിപ്പിനെ ഇന്നും കീഴ്പ്പെടുത്തുവാൻ കഴിയാത്ത, ഇന്നും സ്വാധീനിക്കുവാൻ കഴിയാത്ത, ഇന്നും അടിമകളാക്കി മാറ്റുവാൻ കഴിയാത്ത ആ ചെറിയ ശേഷിപ്പിനെ എന്തുകൊണ്ടാണ് ഇത്രമാത്രം ആഴമായി സാത്താൻ വെറുക്കുന്നത്? നാം ചിന്തിക്കേണ്ടിയ വളരെ പ്രധാനപ്പെട്ട ചില സത്യങ്ങളിലൂടെ നാം ഇന്ന് പകൽക്കാലം കടന്നു പോവുകയാണ്. ടെസ്റ്റിമണീസ് വോളിയം 5 പേജ് നമ്പർ 455, പാരഗ്രാഫ് 2. അവിടെ മിസ്സസ് വൈറ്റ് ഇപ്രകാരം ദൈവത്തിൻ്റെ സഭയെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നു. God has called his church in this day as he called ancient Israel to stand as a light in the world. ദൈവം ആദിമകാലത്ത് ഇസ്രായേൽ ജനത്തെ ഈ ലോകത്തിൻ്റെ വെളിച്ചമായി നിർത്തുവാൻ തക്കവണ്ണം ഇടയായതുപോലെ ഈ അന്ത്യനാളുകളിൽ ദൈവം ഒരു സഭയെ, നമ്മുടെ സഭയെ ഈ ലോകത്തിൻ്റെ വെളിച്ചമാക്കുവാൻ തക്കവണ്ണം എഴുന്നേൽപ്പിച്ചിരിക്കുന്നു. Therefore Satan hates our church so badly because we represent God in this world. We are the light of this world. ഈ ലോകത്തിലെ വെളിച്ചമായ നമ്മെ സാത്താൻ വെറുക്കണം. അവൻ വെറുത്തേ മതിയാകൂ, അവൻ വെറുത്തേ മതിയാകൂ. അതുകൊണ്ടാണ്, ആ വെറുപ്പ് നിമിത്തമാണ് അനവധിയായ ശോധനകളിലൂടെ, അനവധിയായ പ്രതിസന്ധികളിലൂടെ, അനവധിയായ വെല്ലുവിളികളിലൂടെ നാം ഓരോരുത്തരും, പ്രത്യേകിച്ചും ദൈവ കൽപ്പനകൾ അനുസരിക്കുന്ന വിശ്വസ്തരായവർ ഈ ലോകത്തിൽ കടന്നു പോകുവാൻ തക്കവണ്ണം കാരണം. വീണ്ടും ടെസ്റ്റിമണീസ് വോളിയം 9 പേജ് നമ്പർ 231 പാരഗ്രാഫ് 1, അവിടെ മിസ്സസ് വൈറ്റ് വീണ്ടും ഇപ്രകാരം നമ്മുടെ സഭയെക്കുറിച്ച് പറയുന്നു. The remnant church will be brought into great trial and distress. Those who keep the commandments of God and the faith of Jesus will feel the ire of the dragon and his host. Satan numbers the world as his subjects. He has gained control of the apostate churches. But here is a little company that are resisting his supremacy. If he could blot them from the earth, his triumph would be complete. ഇവിടെ മിസ്സസ് വൈറ്റ് വളരെ വ്യക്തമായി നമ്മോട് പറയുകയാണ്, സാത്താന് ഈ ലോകം മുഴുവനും കീഴ്പ്പെടുത്തുവാൻ കഴിയുന്നില്ല. ഇന്ന് കാണുന്ന എല്ലാ ക്രൈസ്തവ സഭകളുടെയും നിയന്ത്രണം സാത്താൻ ഏറ്റെടുത്തു കഴിഞ്ഞു. They represents Satan himself. They are teaching the doctrines of the devil, the Bible says. ഇന്ന് സാത്താൻ്റെ നിർദ്ദേശങ്ങളെ, സാത്താൻ്റെ പഠിപ്പിക്കലുകളെയാണ് ഇന്ന് ക്രൈസ്തവ സഭകളൊക്കെ ഉയർത്തിപ്പിടിക്കുന്നത്. അതുകൊണ്ട് മിസ്സസ് വൈറ്റ് പറയുന്നു, ഓൾറെഡി these apostate churches are in control of Satan. സാത്താൻ്റെ നിയന്ത്രണത്തിലാണ്. He has gained the control of the apostate churches in the world. But here is a little company of faithful believers resisting his supremacy എന്ന് വ്യക്തമായി അവർ എഴുതി വച്ചിരിക്കുകയാണ്. If he could blot them out from this world, his triumph would be complete. ആ ചെറിയ കൂട്ടത്തെ അവൻ്റെ നിർദ്ദേശങ്ങളെ അനുസരിക്കാതെ, വിശ്വസ്തയോടെ ദൈവ കൽപ്പനകളെ അനുസരിച്ച് നീതിയോടെ, നേരോടെ, നിർഭയരായി നടക്കുന്ന ആ ചെറിയ വിശ്വസ്തരായ കൂട്ടരെ തുടച്ചു മാറ്റുവാൻ കഴിഞ്ഞാൽ, she says he would triumph. His triumph would be complete. But that will never take place. അതൊരിക്കലും സംഭവിക്കുകയില്ല. കാരണം എല്ലായ്പ്പോഴും there are righteous people living in this world. ഈ ശോധനയുടെ നാളിലും വിശ്വാസരഹിതരായി ജീവിക്കുന്ന ഈ കാലത്ത് പോലും there are God's righteous people sincerely crying to the Lord of heaven. അവർ വിശ്വസ്തയോടെ ദൈവത്തോട് നിലവിളിച്ച് കരയുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തെ മുഴുവനും കീഴ്പ്പെടുത്തുവാൻ സാത്താൻ എത്ര
എത്രമാത്രം തന്ത്രപരമായി വഞ്ചനാപൂർണമായി ഈ ലോകത്തിൽ പ്രവർത്തിക്കുകയാണ്. അവൻ്റെ തന്ത്രങ്ങളെ മനസ്സിലാക്കി ആ തന്ത്രങ്ങളെ തിരിച്ചറിഞ്ഞ് അവനോട് കൂറു പുലർത്താത്തവരായി ദൈവത്തിൻ്റെ സന്നിധിയിൽ നിലനിൽക്കുവാൻ നമ്മെ ഇന്ന് പകൽക്കാലം പരിശുദ്ധനായ കർത്താവ് ആഹ്വാനം ചെയ്യുകയാണ്. ആ മുയലിനെ നാം മനസ്സിൽ സൂക്ഷിക്കുക. ഞാൻ ഈ ലോകത്തോട് അനുരൂപനായി ചേർന്ന് സാത്താനോടുകൂടെ നിലനിൽക്കുവാൻ തക്കവണ്ണം ഇടവരണമോ, അതോ ധൈര്യത്തോടുകൂടി ഈ ലോകത്തെ വെറുത്ത് ലോകത്തെ ത്യജിച്ച് യേശുക്രിസ്തുവിന് വേണ്ടി തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു ദൈവപുരുഷനായി, ഒരു ദൈവദാസിയായി നിലനിൽക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണമോ? നാം വേഗത്തിൽ ദൈവത്തിൻ്റെ വചനത്തിലൂടെ എപ്രകാരമാണ് സാത്താൻ തൻ്റെ സുപ്രീമസി, തൻ്റെ അപ്രമാദിത്വം ഈ ലോകത്തിൽ നടപ്പിലാക്കുവാൻ തക്കവണ്ണം അവൻ ആവിഷ്കരിച്ചിരിക്കുന്ന തന്ത്രങ്ങൾ എന്തൊക്കെയാണ്, അവയിൽ നാം കുടുങ്ങുന്നത് എപ്രകാരമാണ് എന്ന് നാം വേഗത്തിൽ ദൈവത്തിൻ്റെ വചനത്തിലൂടെ ചിന്തിക്കുവാനും പരിശോധിക്കുവാനും കടന്നു പോവുകയാണ്. ഉൽപ്പത്തി പുസ്തകം 9-ാമത്തെ അധ്യായത്തിൽ നിന്നും ഇപ്രകാരം ചില കാര്യങ്ങൾ ഞാൻ വായിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 9-ാം അധ്യായത്തിൽ നാം പരിശോധിക്കുമ്പോൾ നീതിമാനായ നോഹയെക്കുറിച്ച് ദൈവത്തിൻ്റെ തിരുവെഴുത്തുകൾ പറയുന്നു. അവൻ നീതിമാനും നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനുമായിരുന്നു. ആ നോഹയും കുടുംബവും ഈ ലോകത്തിലെ പ്രളയത്തെ അതിജീവിക്കുകയും ആ പ്രളയത്തിന് ശേഷം അവർക്കുണ്ടായ ഒരു സംഭവത്തെക്കുറിച്ച് വചനം നമ്മെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്നു. എന്താണ് അവർക്ക് സംഭവിച്ചത്? പ്രളയത്തിന് ശേഷം 9-ാം അധ്യായം ഉൽപ്പത്തിയുടെ പുസ്തകം അതിൻ്റെ 20-ാമത്തെ വാക്യം. അവരോരോരുത്തരും പ്രളയത്തിന് ശേഷം പെട്ടകം തുറന്ന് അവരെല്ലാവരും പുറത്തു വന്നു. ശേഷം എന്താണ് സംഭവിച്ചത്? നോഹ കൃഷി ചെയ്യുവാൻ തുടങ്ങി. ഒരു മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കി. അവൻ അതിലെ വീഞ്ഞു കുടിച്ച് ലഹരി പിടിച്ച് തൻ്റെ കൂടാരത്തിൽ വസ്ത്രം നീങ്ങി കിടന്നു. കനാന്റെ പിതാവായ ഹാം പിതാവിൻ്റെ നഗ്നത കണ്ട് വെളിയിൽ ചെന്ന് തൻ്റെ 2 സഹോദരന്മാരെയും അറിയിച്ചു. 24-ാമത്തെ വാക്യം. നോഹ ലഹരി വിട്ടുണർന്നപ്പോൾ തൻ്റെ ഇളയ മകൻ ചെയ്തത് അറിഞ്ഞു. അപ്പോൾ ആ മകനെ നോഹ ശപിക്കുവാൻ തക്കവണ്ണം ഇടയായി എന്ന് നമ്മെ തിരുവെഴുത്തുകൾ പഠിപ്പിക്കുന്നു. ഇവിടെ നീതിമാനായ നോഹയുടെ അനുഭവത്തെക്കുറിച്ച് വചനം പറയുകയാണ്. അവൻ കൃഷി ചെയ്തു, ഒരു മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കി, അതിൽ നിന്നും വീഞ്ഞു കുടിച്ച് അവൻ ലഹരി പിടിച്ച് തൻ്റെ കൂടാരത്തിൽ വസ്ത്രം നീങ്ങി കിടക്കുവാൻ തക്കവണ്ണം ഇടയായി. ഒന്നും അറിയില്ല. അവൻ ലഹരി പിടിച്ച് മത്തനായി സ്ഥലകാലബോധം നഷ്ടപ്പെട്ട് അവൻ തൻ്റെ കൂടാരത്തിൽ വസ്ത്രം നീങ്ങി കിടന്നപ്പോൾ അവൻ്റെ മകൻ അകത്തു വന്ന് ആ മനുഷ്യൻ്റെ നഗ്നത കാണുവാൻ തക്കവണ്ണം ഇടയായി എന്ന് നമ്മെ തിരുവെഴുത്തുകൾ പഠിപ്പിക്കുന്നു. എന്നാൽ നോഹ ആ ലഹരി വിട്ടുണർന്നപ്പോൾ തനിക്ക് പറ്റിയ അബദ്ധത്തെക്കുറിച്ച്, താൻ ചെയ്തു പോയ ആ അബദ്ധത്തെക്കുറിച്ച് അവന് ബോധ്യമുണ്ടാകുന്നു. ആ ലഹരിയിൽ ആയിരുന്നപ്പോൾ അവൻ്റെ യഥാർത്ഥമായ അവസ്ഥയെക്കുറിച്ച് അവന് ബോധമുണ്ടായിരുന്നില്ല. എന്നാൽ ലഹരി വിട്ടുണർന്നപ്പോൾ തൻ്റെ ഇളയ മകൻ തന്നോട് ചെയ്തത് എന്തെന്ന് അവൻ അറിയുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. ഉൽപ്പത്തി പുസ്തകം 19-ാമത്തെ അധ്യായം. ഉൽപ്പത്തി പുസ്തകം 19-ാമത്തെ അധ്യായത്തിൽ നാം വീണ്ടും കടന്നു ചെല്ലുകയാണ്. അവിടെ എന്താണ് നീതിമാനായ ലോത്തിനെ കുറിച്ച് ദൈവത്തിൻ്റെ വചനം പറയുന്നത്? വേദപുസ്തകം വ്യക്തമായി പറയുന്നു, ലോത്ത് നീതിമാനായിരുന്നു. നോഹ നീതിമാനായിരുന്നതുപോലെ ലോത്തും നീതിമാനായിരുന്നു. ആ ലോത്തിന് എന്താണ് സംഭവിച്ചത്? ഭാര്യ ഉപ്പുതൂണായി മാറി. ശേഷം അവൻ്റെ 2 പെൺമക്കളുമായി അവൻ ഓടിപ്പോവുകയാണ്. സോവാർ വിട്ട് അവൻ ഓടിപ്പോവുകയാണ്. ഒരു പർവ്വതത്തിൽ ചെന്ന് അവിടെ പാർക്കുവാൻ തക്കവണ്ണം ഇടയായി. അവിടെ ചെന്ന് പാർക്കുവാനിടയായ ഈ മനുഷ്യന് എന്താണ് സംഭവിച്ചത്? 19-ാം അധ്യായം ഉൽപ്പത്തി പുസ്തകത്തിൽ ഇപ്രകാരം പറയുന്നു. ആ 2 പെൺമക്കളും അപ്പനാൽ മക്കളുണ്ടാകേണ്ടതിന് അപ്പനെ വീഞ്ഞ് കുടിപ്പിച്ച് മത്തനാക്കി എന്ന് തിരുവെഴുത്തുകൾ പറയുന്നു. അങ്ങനെ 33-ാമത്തെ വാക്യം. അന്ന് രാത്രി അവർ അപ്പനെ വീഞ്ഞു കുടിപ്പിച്ചു. മൂത്തവൾ അകത്തു ചെന്ന് അപ്പനോടുകൂടെ ശയിച്ചു. അവൾ ശയിച്ചതും എഴുന്നേറ്റതും അവൻ അറിഞ്ഞില്ല. വീണ്ടും 35-ാമത്തെ വാക്യത്തിൽ തൊട്ടടുത്ത ദിവസവും ഇളയ മകളും അതേ മ്ലേച്ഛ പ്രവൃത്തിയെ ചെയ്യുവാൻ തക്കവണ്ണം ഇടയായി. അവൾ ചെയ്തതും അപ്പൻ അറിഞ്ഞില്ല എന്ന് തിരുവെഴുത്തുകൾ വ്യക്തമായി നമ്മോട് പറയുന്നു. പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാണ് ആ മനുഷ്യൻ അതറിയാതെ പോയത്? നീതിമാനായ ലോത്ത് അതറിയാതെ പോയത് എന്തുകൊണ്ടാണ്? അവൻ വീഞ്ഞു കുടിച്ച മത്തനായിരുന്നു. ആ മത്തതയിൽ അവന്
സ്ഥലകാലബോധം നഷ്ടപ്പെട്ടു. അവന് തിരിച്ചറിവുണ്ടായില്ല. അവന് സ്ഥലകാലബോധം നഷ്ടപ്പെട്ട് തിരിച്ചറിവ് അവനില്ലാതെ പോയി. അതുകൊണ്ടാണ് അവൻ്റെ മക്കൾ അവനോട് ചെയ്തത് എന്തെന്ന് ആ മനുഷ്യൻ അറിയാതെ പോയത്. ലേവ്യ പുസ്തകം 10-ാമത്തെ അധ്യായം, ലേവ്യ പുസ്തകം 10-ാമത്തെ അധ്യായത്തിൽ നാം കടന്നു പോവുകയാണ്. ഇത് ഒരു മനുഷ്യൻ മത്തനായാൽ അവന് സ്ഥലകാലബോധം നഷ്ടപ്പെടും, അവനൊന്നും അറിയാത്ത ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരും എന്ന് നമ്മെ തിരുവെഴുത്തുകൾ പഠിപ്പിക്കുകയാണ്. ഇതിൻ്റെ ആത്മീയ അർത്ഥം നാം പരിശോധിക്കുവാൻ തക്കവണ്ണം ഇടയായാൽ നമ്മുടെ കണ്ണുകൾ തുറക്കപ്പെടുവാൻ തക്കവണ്ണം ഇന്ന് പകൽക്കാലം ഇടയായി തീരും. ലേവ്യ പുസ്തകം 10-ാമത്തെ അധ്യായത്തിൽ ദൈവത്തിൻ്റെ തിരുവെഴുത്തുകൾ ഇപ്രകാരം 8, 9, 10, 11 വാക്യങ്ങളിൽ വളരെ വ്യക്തമായ ഒരു നിർദ്ദേശം ദൈവം മോശ മുഖാന്തിരം അഹരോനും അവൻ്റെ പുത്രന്മാർക്കും നൽകുവാൻ തക്കവണ്ണം ഇടയായി. എന്തായിരുന്നു മോശ മുഖാന്തിരം ദൈവം അഹരോന്, പുരോഹിതന്മാരായവർക്ക് നൽകിയ നിർദ്ദേശം? 8-ാമത്തെ വാക്യം മുതൽ ഞാൻ വായിക്കുന്നു. യഹോവ അഹരോനോട് അരുളി ചെയ്തത്, നീയും നിന്റെ പുത്രന്മാരും മരിച്ചു പോകാതിരിക്കേണ്ടതിന് സമാഗമന കൂടാരത്തിൽ കടക്കുമ്പോൾ വീഞ്ഞും മദ്യവും കുടിക്കരുത്. ഇത് നിങ്ങൾക്ക് തലമുറയായി എന്നേക്കുമുള്ള ചട്ടമായിരിക്കണം. എന്തുകൊണ്ടാണ് പരിശുദ്ധനായ ദൈവം അവരോട് നിങ്ങൾ സമാഗമന കൂടാരത്തിൽ കടക്കുന്നവരായതുകൊണ്ട് നിങ്ങൾ തലമുറയായി എന്നേക്കും വീഞ്ഞും മദ്യവും സേവിക്കരുത് എന്ന് പറയുവാൻ എന്താണ് കാരണം? There is a reason. എന്താണ് കാരണം? 10-ാമത്തെ വാക്യം, ശുദ്ധവും അശുദ്ധവും മലിനവും നിർമ്മലവും തമ്മിൽ നിങ്ങൾ വകതിരിക്കേണ്ടതിനും യഹോവ മോശ മുഖാന്തിരം ഇസ്രായേൽ മക്കളോട് കൽപ്പിച്ച സകല പ്രമാണങ്ങളും അവരെ ഉപദേശിക്കേണ്ടതിനും തന്നെ. എന്തുകൊണ്ടാണ് അപ്രകാരം വീഞ്ഞും മദ്യവും കുടിക്കരുത് എന്ന് യഹോവയായ ദൈവം അവരോട് പറയുവാൻ അത് തലമുറയായി അവർക്ക് ഒരു നിർദ്ദേശമായി നൽകിയത്? കാരണം അത് ഭക്ഷിക്കുന്ന, അത് പാനം ചെയ്യുന്ന ഒരു മനുഷ്യന് സ്ഥലകാലബോധം നഷ്ടപ്പെടുന്നു. ശുദ്ധവും അശുദ്ധവും, ക്ലീൻ ആൻഡ് അൺക്ലീൻ, അത് തിരിച്ചറിയുവാൻ അവന് കഴിയാതെ വരുന്നു. ഹി വിൽ നോട്ട് ഡിസേൺ ബിറ്റ്വീൻ ദ ഹോളി ആൻഡ് ദി അൺഹോളി. അവന് നിർമ്മലവും മലിനവുമായതിനെ തിരിച്ചറിയുവാൻ, വകതിരിക്കുവാൻ കഴിയാതെ പോകും. ആയതിനാൽ ഐ എം കമാൻഡിങ് യു ദാറ്റ് യു ഷുഡ് നോട്ട് ഹാവ് ദീസ്, ഇവയെ നീ സേവിക്കരുത് എന്ന് അവരോട് പറയുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 22-ാമത്തെ അധ്യായം, യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 22-ാമത്തെ അധ്യായത്തിൽ പുരോഹിതന്മാരോട്, ദൈവത്തിൻ്റെ ആലയത്തിലെ പുരോഹിതന്മാരോട് വീണ്ടും ദൈവം ഇപ്രകാരം പറയുന്നു. എന്താണ് പറഞ്ഞത്? 22-ാം അധ്യായം യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 26 മുതൽ 28 വരെ. അതിലെ പുരോഹിതന്മാർ എൻ്റെ ന്യായപ്രമാണത്തോട് ദ്രോഹം ചെയ്ത് എൻ്റെ വിശുദ്ധ വസ്തുക്കളെ അശുദ്ധമാക്കുന്നു. അവർ ശുദ്ധവും അശുദ്ധവും തമ്മിൽ വേർതിരിക്കുന്നില്ല, മലിനവും നിർമ്മലിനവും തമ്മിലുള്ള ഭേദം കാണിച്ചു കൊടുക്കുന്നില്ല. ഞാൻ അവരുടെ മധ്യേ അശുദ്ധനായി ഭവിക്കത്തക്കവണ്ണം അവർ എൻ്റെ ശബതുകളെ നോക്കാതെ കണ്ണ് മറച്ചു കളയുന്നു. അതിൻ്റെ നടുവിലെ പ്രഭുക്കന്മാർ ലാഭമുണ്ടാക്കേണ്ടതിന് ഇത് ഇര കടിച്ചു കീറുന്ന ചെന്നായ്ക്കളെ പോലെ രക്തം ചൊരിയുവാനും ദേഹികളെ നശിപ്പാനും നോക്കുന്നു. അതിലെ പ്രവാചകന്മാർ വ്യാജം ദർശിച്ചും കള്ളപ്രശ്നം പറഞ്ഞും യഹോവ അരുളി ചെയ്യാതിരിക്കെ യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവർ കുമ്മായം തേക്കുന്നു. എന്താണ് ദൈവം പറയുന്നത്? പുരോഹിതന്മാർക്ക് ശുദ്ധവും അശുദ്ധവും തമ്മിൽ വേർതിരിക്കുവാൻ കഴിയുന്നില്ല, മലിനവും നിർമ്മലിനവും തമ്മിൽ മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല. ആ മനസ്സിലാക്കൽ അതിന് സാധിക്കാതെ അവർ ദൈവത്തിൻ്റെ ശബതുകളെ ചവിട്ടിത്തേക്കുന്നു, ദൈവത്തിൻ്റെ കൽപ്പനകളെ ചവിട്ടിത്തേക്കുന്നു, ആ കൽപ്പനകളെ വലിച്ചെറിയുന്നു. അവർ ജനത്തെ കൊണ്ട് പാപം ചെയ്യിക്കുന്നു. They are not able to discern between the holy and the unholy. They are not able to understand the difference between the holy and the unholy. Why? Because they are drunk. എന്താണ് കാരണം? അവർ കുടിച്ച് മത്തരായി തീർന്നിരിക്കുന്നു. എന്താണ് അവർ കുടിച്ച് മത്തരായി തീരുവാൻ ഇടയായത്? നാം വേഗത്തിൽ ആ വസ്തുതയിലേക്ക്
കടന്നു പോവുകയാണ്. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായം നമുക്കെല്ലാവർക്കും വളരെ പരിചിതമായ ഒരു വേദഭാഗമാണ്, ഒരു കഥയാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായത്തിൽ എന്താണ് സംഭവിച്ചത്? ആ രാജാവ് ബെൽഷസ്സർ രാജാവ് 1000 പേർക്കൊരു വിരുന്നൊരുക്കി. എന്താണ് അദ്ദേഹം ചെയ്തത്? അദ്ദേഹം എന്ത് ചെയ്തു? അനേകരെ 1000 പേരെ 1000 മഹത്തുക്കളെ വിളിച്ചു കൂട്ടി അവർക്കെല്ലാവർക്കും ശ്രേഷ്ഠമായ വീഞ്ഞൊഴിച്ചു കൊടുത്തു. ആ വീഞ്ഞ് കുടിച്ച് അവർ രസിച്ച് മത്തരായി തീർന്നപ്പോൾ അവർക്ക് എന്താണ് സംഭവിച്ചത്? അവൻ വേഗത്തിൽ രാജാവ് കൽപ്പന പുറപ്പെടുവിച്ചു, യെരുശലേം ദൈവാലയത്തിലെ വിശുദ്ധ പാത്രങ്ങളെ കൊണ്ടുവരിക, ഞാനും എൻ്റെ പരിവാരങ്ങളും ആ പാത്രത്തിൽ സേവിക്കട്ടെ. അവൻ ആ പാത്രത്തിൽ വീഞ്ഞൊഴിച്ച് കുടിക്കുവാൻ തക്കവണ്ണം ഇടയായി. എന്താണ് അങ്ങനെ ആ ഒരു പ്രവൃത്തി ചെയ്യുവാൻ തക്കവണ്ണം അവൻ ഇടയായത്? ബിക്കോസ് അവൻ വീഞ്ഞ് കുടിച്ച് മത്തനായതുകൊണ്ട് he was unable to discern between the difference of the unholy and the holy. അവൻ ആ വിശുദ്ധ പാത്രങ്ങൾ ആ വീഞ്ഞൊഴിച്ചു കുടിക്കുവാൻ തക്കവണ്ണം ഒരു മടിയും കൂടാതെ ലേവ്യ പുസ്തകത്തിലും യിരെമ്യാവിന്റെ പുസ്തകത്തിലും ഒക്കെ ദൈവം ചൂണ്ടിക്കാട്ടിയ പ്രകാരം, യെഹെസ്കേൽ പ്രവാചകൻ നമ്മെ ഓർമ്മിപ്പിച്ച പ്രകാരം മലിനവും അശുദ്ധിയും തിരിച്ചറിയുവാൻ കഴിയാതെ, ശുദ്ധവും അശുദ്ധവുമായതിനെ തിരിച്ചറിയുവാൻ കഴിയാതെ അവർ മത്തരായി തീരുവാൻ തക്കവണ്ണം ഇടയായി. സ്ഥലകാലബോധം നഷ്ടപ്പെട്ടു, തിരിച്ചറിവ് നഷ്ടപ്പെട്ടു എന്ന് ഈ അനുഭവങ്ങളിലൂടെ, ഈ വാക്യങ്ങളിലൂടെ ദൈവം നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. ബെൽഷസ്സർ രാജാവും അവൻ്റെ പരിവാരങ്ങളും അവർ വീഞ്ഞു കുടിച്ച് മത്തരായപ്പോൾ സ്ഥലകാലബോധം നഷ്ടപ്പെട്ട് ദൈവത്തിൻ്റെ ആലയത്തിലെ വിശുദ്ധ പാത്രങ്ങളിൽ വീഞ്ഞു കുടിച്ച് പാനം ചെയ്യുവാനും ദൈവകോപം വിളിച്ചു വരുത്തുവാനും ഇടയായിത്തീർന്നു. അവർക്ക് അത് മനസ്സിലാക്കുവാനുള്ള സ്ഥലകാലബോധം നഷ്ടപ്പെട്ടു. അവർ അന്ധന്മാരായി തീർന്നു. അവർ മത്തന്മാരായി മാറുവാൻ തക്കവണ്ണം ഇടയായി. അങ്ങനെ ഒരു മത്തതയെക്കുറിച്ച്, ഏതെങ്കിലും ഒരു മനുഷ്യനെക്കുറിച്ചോ, ഏതെങ്കിലും ഒരു ജനത്തെക്കുറിച്ചോ, ഏതെങ്കിലും ഒരു രാജാവിനെക്കുറിച്ചോ, ഏതെങ്കിലും ഒരു 1000 പേരെക്കുറിച്ചോ അല്ല, ഈ ലോകത്തെ മുഴുവനും സാത്താൻ മത്തനാക്കിയതിനെക്കുറിച്ച് ദൈവത്തിൻ്റെ തിരുവെഴുത്തുകൾ നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, വെളിപ്പാടിൻ്റെ പ്രവചനം 17-ാമത്തെ അധ്യായം 1-2 വാക്യങ്ങൾ ഞാൻ വേഗത്തിൽ വായിക്കുകയാണ്. പിന്നെ 7 കലശമുള്ള 7 ദൂതന്മാരിൽ ഒരുവൻ വന്ന് എന്നോട് സംസാരിച്ചു, വരിക, ഭൂമിയിലെ രാജാക്കന്മാരോട് വേശ്യാവൃത്തി ചെയ്ത് തൻ്റെ വേശ്യാവൃത്തിയുടെ മദ്യത്താൽ ഭൂവാസികളെ മത്തരാക്കിയവളായി പെരുവെള്ളത്തിന്മീതെ ഇരിക്കുന്ന മഹാവേശ്യയുടെ ന്യായവിധി ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞു. സാത്താൻ ഒഴിച്ചു കൊടുത്ത മദ്യം കുടിച്ച് ഭൂവാസികളായ ജനമൊക്കെയും, ഈ ഭൂമിയിൽ വസിക്കുന്നവരായ സകലരും ആ മദ്യം കുടിച്ച് മത്തരായി തീർന്നിരിക്കുന്നു. നാം നേരത്തെ വേദപുസ്തകത്തിൽ വ്യക്തമായി കാണുവാനിടയായി, നോഹ ആ വീഞ്ഞു കുടിച്ച് മത്തനായപ്പോൾ അവന് സ്ഥലകാലബോധം നഷ്ടപ്പെട്ടു. അവൻ്റെ മകൻ ചെയ്തത് എന്തെന്ന് അവൻ അറിഞ്ഞില്ല. ലോത്ത്, അവൻ ആ വീഞ്ഞു കുടിച്ച് മത്തനായപ്പോൾ അവൻ്റെ മക്കൾ അവനോട് ചെയ്തത് എന്തെന്ന് അവൻ മനസ്സിലാക്കിയില്ല. ലേവ്യ പുസ്തകത്തിൽ പുരോഹിതന്മാരോടും യെഹെസ്കേൽ പ്രവാചക പുസ്തകത്തിൽ പുരോഹിതന്മാരോട് വീണ്ടും ദൈവം പറഞ്ഞത്, നിങ്ങൾ കുടിക്കരുത്, നിങ്ങൾ ആ വീഞ്ഞ് പാനം ചെയ്യരുത്. അത് നിങ്ങൾ കുടിക്കുവാൻ തക്കവണ്ണം ഇടയായാൽ നിങ്ങൾക്ക് തിരിച്ചറിയുവാൻ വകതിരിവുണ്ടാവുകയില്ല. നിങ്ങൾ അന്ധന്മാരായി, മത്തന്മാരായി, സ്ഥലകാലബോധമില്ലാത്തവരായി ഈ ഭൂമിയിൽ നിലനിൽക്കേണ്ടി വരും. ഇവിടെ ദൈവത്തിൻ്റെ വചനം വ്യക്തമായി പറയുന്നു. എന്താണ് നമ്മോട് പറയുന്നത്? സാത്താൻ, ഈ ലോകത്തിൻ്റെ പ്രഭുവായ സാത്താൻ, അവൻ എന്ത് ചെയ്തിരിക്കുന്നു? ഭൂവാസികളെ, അവൻ്റെ മദ്യത്താൽ ഭൂവാസികളെ മത്തരാക്കിയവളായി പെരുവെള്ളത്തിന്മീതെ ഇരിക്കുന്ന മഹാവേശ്യ. ഇവിടെ സാത്താൻ അവൻ്റെ മദ്യം ഒഴിച്ചു കൊടുത്ത് ഈ ഭൂവാസികളായ സർവ്വജനത്തെയും, പുരോഹിതന്മാരെന്നില്ല, വിശ്വാസികളെന്നില്ല, പ്രഭുക്കന്മാരെന്നില്ല, പണ്ഡിതന്മാരെന്നില്ല, എല്ലാവർക്കും അവൻ തൻ്റെ മദ്യം ഒഴിച്ചു കൊടുത്ത് അവരെ മത്തരാക്കി തീർത്തിരിക്കുന്നു. അതുകൊണ്ട് യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കുവാൻ, ദൈവത്തിൻ്റെ വചനത്തിലെ മർമ്മങ്ങളെ മനസ്സിലാക്കുവാൻ, ദൈവകൽപ്പനയുടെ പ്രാധാന്യത്തെ മനസ്സിലാക്കുവാൻ, യേശു സ്വർഗത്തിൽ ചെയ്യുന്ന ശുശ്രൂഷയുടെ പ്രാധാന്യം തിരിച്ചറിയുവാൻ, യേശുവിൻ്റെ വരവ് എത്രമാത്രം സമീപമാണെന്ന് ബോധ്യപ്പെടുവാൻ കഴിയാതെ അവർ സ്ഥലകാലബോധം നഷ്ടപ്പെട്ട് മത്തരായി നിലനിൽക്കുകയാണ്. അവൻ ഒഴിച്ചു കൊടുത്ത മദ്യം കുടിച്ച്
ആ മദ്യത്താൽ ഭൂവാസികളൊക്കെ മത്തരായി തീർന്നിരിക്കുന്നു. They are not able to discern between the holy and the unholy. Therefore for them it does not mean which day to worship. ആയതിനാൽ അവർക്ക് it doesn't care about them. അവർക്ക് ഏത് ദിവസവും ആരാധിക്കാം, എന്തും തിന്നാം, എന്തും കഴിക്കാം, എന്തും കേൾക്കാം, എന്തും കാണാം. We doesn't care about it. Why? അവരെല്ലാവരും ആ മദ്യം കുടിച്ച് മത്തരായി തീർന്നിരിക്കുന്നു, വകതിരിവില്ലാത്തവരായി മാറിയിരിക്കുന്നു. തിരിച്ചറിയുവാനുള്ള കഴിവ് അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. എന്താണ് കാരണം? അവർ ആ മദ്യം കുടിച്ച് മത്തരായി തീർന്നതിനാൽ അവർക്ക് കാര്യാദികളെ ഗ്രഹിക്കുവാൻ തക്കവണ്ണം കഴിയാതെ പോയിരിക്കുന്നു. Only a little company, only a small company of believers are still not yet given up. അവർ മാത്രം ആ സാത്താന്റെ വഞ്ചനയിൽ ആ മദ്യം വാങ്ങി കുടിക്കാതെ ഇന്നും വിശ്വസ്തയോടെ യേശുവിനെ മാത്രം നോക്കി യേശുവിൻ്റെ വചനത്തിൽ മാത്രം ജീവിച്ച് ആ വചനങ്ങൾക്ക് അനുസൃതമായി ജീവിക്കുവാൻ എ സ്മോൾ കമ്പനി ഓഫ് പീപ്പിൾ ഓൺലി ലീവിങ് ഇൻ ദിസ് വേൾഡ്. ധാരാളം പേർ ഞങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ അനുയായികളാണെന്നും യേശുവിൻ്റെ ശുശ്രൂഷകന്മാരാണെന്നും അവകാശപ്പെടുന്നു. എന്നാൽ യാഥാർത്ഥ്യം എന്താണ് എന്ന് ചോദിച്ചാൽ the majority of people today in this world, they are drunk. അവർ പൂർണ്ണമായും സാത്താൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്ന ആ മദ്യം കുടിച്ച് മത്തരായി ദൈവത്തിൻ്റെ വചനങ്ങൾക്കനുസൃതമായി ജീവിക്കുവാൻ മനസ്സില്ലാതെ ആ മദ്യം കുടിച്ച് മത്തരായി സുഖലോലുപതയിൽ ഇങ്ങനെ ജീവിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. എന്നാൽ ദൈവത്തിൻ്റെ ആ ചെറിയ കൂട്ടത്തെ, ദൈവത്തിൻ്റെ ആ ചെറിയ കമ്പനിയെ, ആ ചെറിയൊരു ശേഷിപ്പിനെ ദൈവം ഏൽപ്പിച്ച വിലയേറിയ ദൗത്യം എന്താണ് എന്ന് നാം മനസ്സിലാക്കിക്കൊണ്ട് സാത്താൻ്റെ മത്തതയിൽ നിലനിന്ന് നശിക്കുവാൻ തക്കവണ്ണം ഇടവരാതെ എഴുന്നേറ്റ് ശക്തിയോടെ ദൈവത്തിന് വേണ്ടി നോക്കിപ്പാർക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കേണ്ടതിന് നാം എന്താണ് ചെയ്യേണ്ടത്? മത്തരായി നിലനിന്നാൽ നമുക്ക് സ്ഥലകാലബോധം ഇല്ലാതെ വരും. എന്താണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കുവാൻ കഴിയാതെ വരും. എന്നാൽ നോഹയും ലോത്തുമൊക്കെ ആ മത്തത വിട്ട് ലഹരി വിട്ടുണർന്നപ്പോൾ മാത്രമാണ് അവർക്ക് സ്ഥലകാലബോധമുണ്ടായത് എന്ന് നമ്മെ തിരുവെഴുത്തുകൾ പഠിപ്പിക്കുന്നു. നോഹയുടെ കാലത്ത് പ്രളയത്തിന് മുൻപ് മനുഷ്യരൊക്കെയും സാത്താൻ കൊടുത്ത മദ്യത്താൽ മത്തരായി തീർന്നിരുന്നു. അതുകൊണ്ടാണ് നോഹയുടെ വാക്കുകളൊക്കെ ആരും ചെവി കൊടുത്തില്ല. അവരെല്ലാവരും കുടിച്ച് മത്തന്മാരായിരുന്നു. നോഹയുടെ വാക്കുകൾ അവർക്ക് കളിവാക്കായി തോന്നി, പൊട്ടച്ചൊല്ലായി തോന്നി. അത് പറഞ്ഞവനെ അവർ അപമാനിക്കുവാൻ, പരിഹസിക്കുവാൻ തക്കവണ്ണം ഇടയായി. എന്നാൽ പ്രളയം വന്നപ്പോൾ, മഴ പെയ്ത് സർവ്വതും നഷ്ടപ്പെട്ട് പെട്ടകം പൊങ്ങുവാൻ തുടങ്ങിയപ്പോൾ അവരുടെ മത്തതയൊക്കെ തീർന്നു. അവർ ലഹരി വിട്ടുണർന്നു. അപ്പോൾ അവർക്ക് സ്ഥലകാലബോധമുണ്ടായി. വേഗത്തിൽ പെട്ടകത്തിനടുക്കിലേക്ക് ഓടി വന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് നെഞ്ചത്തടിച്ച് നിലവിളിക്കുവാൻ തക്കവണ്ണം ആ കാലത്തെ ജനങ്ങൾ ഇടയായി തീർന്നു. But it was too late for them. It was too late for them that God cannot open the door for them because their probation was closed. അവരുടെ കൃപയുടെ വാതിൽ അടയ്ക്കപ്പെട്ട് കഴിഞ്ഞിരുന്നു. ആയതിനാൽ ആ ലഹരി വിട്ടുണർന്ന സമയത്ത് അവർക്ക് പരിഹാരം ചെയ്യുവാൻ കഴിയാതെ പോയി. ഇന്നെല്ലാവരും സാത്താൻ കൊടുത്ത മദ്യം കുടിച്ച് മത്തരായി ലോകത്തിന് അനുരൂപരായി ജീവിക്കുകയാണ്. എന്നാൽ think about that rabbit, ആ മുയലിൻ നിങ്ങൾ നോക്കുക. നമ്മുടെ യേശുക്രിസ്തുവിൻ്റെ വരവ് എത്രമാത്രം സമീപത്താണ് പ്രിയപ്പെട്ടവരെ. അത് മറന്ന് ഈ ലോകത്തോട് പറ്റിച്ചേർന്ന് ദൈവത്തിൻ്റെ വചനങ്ങൾക്ക് വിരുദ്ധമായ ജീവിത ശൈലികൾ, ജീവിത ചിന്താഗതികൾ, ജീവിത രുചികൾ, ഇതൊക്കെ ഇന്നും ലോകത്തിൻ്റെ ഇഷ്ടപ്രകാരം നിലനിൽക്കുവാൻ തക്കവണ്ണം ഇടയായി. ആൻഡ് they don't care about it. എന്തുകൊണ്ടാണ് they are not caring about it? Because they are drunk. അവർ അത് കുടിച്ച് മത്തരായതുകൊണ്ട് അത് തിരിച്ചറിയുവാൻ വകതിരിവില്ലാത്തവരായി അവർ മാറിത്തീർന്നിരിക്കുന്നു. ഒരിക്കൽ മിസ്സസ് വൈറ്റ് ഇപ്രകാരം ഒരു പുസ്തകത്തിൽ എഴുതുവാൻ തക്കവണ്ണം ഇടയായി. എന്താണ് അവരെഴുതിയത്? മനുസ്ക്രിപ്റ്റ് റിലീസസ് വോളിയം 1 പേജ് നമ്പർ 228 പാരഗ്രാഫ് 2. അവിടെ ദൈവത്തിൻ്റെ ജനത്തിന് ദൈവം നൽകിയ വിലയേറിയ ദൗത്യവും അതിൻ്റെ ആത്യന്തികമായ ലക്ഷ്യവും എന്താണെന്ന് മിസ്സസ് വൈറ്റ് ഇപ്രകാരം ആ പുസ്തകത്തിൽ എഴുതുവാൻ തക്കവണ്ണം ഇടയായി. God's purpose in giving the third angel's message to the world is to prepare a people stand true to him during the investigative judgment. This is the purpose for which we establish and maintain our publishing houses, our schools, our sanitariums, our hygienic restaurants, our treatment rooms and
food factories. This is our purpose in carrying forward every line of work in the cause. എന്താണ്? What is the purpose of our existence in this world? ഒരു സഭയായി, ഒരു വിശുദ്ധ ജനമായി, ഒരു ശേഷിപ്പായി, ഒരു സെവൻത് ഡേ അഡ്വന്റിസ്റ്റുകാരനായി എനിക്കും നിങ്ങൾക്കും നിൽക്കുവാനുള്ള എന്ത് പർപ്പസാണ്, എന്ത് ദൗത്യമാണ് നമ്മുടെ മേൽ ദൈവം ഏൽപ്പിച്ചത്? എന്തായിരുന്നു ആ ദൗത്യം? ഐ എം റീഡിംഗ് വൺസ് അഗൈൻ ബിക്കോസ് ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ലോകം പറയാത്ത, ലോകം പ്രസംഗിക്കാത്ത, ലോകം ആഹ്വാനം ചെയ്യാത്ത ഒരു സന്ദേശം. കാരണം അവരൊക്കെ മത്തന്മാരാണ്. അവർക്ക് തിരിച്ചറിവില്ലാണ്ടായി തീർന്നിരിക്കുന്നു, വകതിരിവില്ലാണ്ടായി തീർന്നിരിക്കുന്നു. കാരണം സാത്താൻ കൊടുത്ത മദ്യം കുടിച്ച് അവരെല്ലാവരും അന്ധന്മാരായി തീർന്നിരിക്കുന്നു. എന്നാൽ ദൈവത്തിന്റെ ജനത്തെക്കുറിച്ച് ദൈവം എന്ത് പറയുന്നു? ഗോഡ്സ് പർപ്പസ് ഇൻ ഗിവിംഗ് ദ തേർഡ് ഏഞ്ചൽസ് മെസ്സേജ് ഈസ് ടു പ്രിപ്പയർ എ പീപ്പിൾ സ്റ്റാൻഡ് ട്രൂ ടു ഹിം ഡ്യൂറിംഗ് ദി ഇൻവെസ്റ്റിഗേറ്റീവ് ജഡ്ജ്മെന്റ്. ദൈവം സ്വർഗത്തിൽ പരിശോധന ന്യായവിധി ചെയ്യുന്ന ആ നിർണായകമായ നാളുകളിൽ ദൈവം അപ്രകാരം ഓരോ മനുഷ്യനെയും സ്വർഗത്തിൽ തൂക്കി നോക്കുമ്പോൾ ആ ശുശ്രൂഷയ്ക്ക് ആനുപാതികമായി ഭൂമിയിൽ ദൈവത്തിന് വേണ്ടി നിലനിൽക്കുന്ന ഒരു പറ്റം ജനത്തെ, ദൈവത്തിന് വേണ്ടി ഭൂമിയിൽ നിൽക്കുവാൻ കഴിയുന്ന ആർക്ക് നിൽപ്പാൻ കഴിയും എന്ന് ദൈവത്തിൻ്റെ വചനം ചോദിക്കുന്നു. Who shall be able to stand? Who shall be able to stand? A person who is continue to live in sin cannot stand. അവൻ പാപം ചെയ്യുന്നവനായി നിലനിൽക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ വരവെങ്കിൽ അവൻ ആദം ഓടി ഒളിച്ച പ്രകാരം ഓടി ഒളിക്കേണ്ടി വരും. പാപം ചെയ്യുന്നവർക്ക് നിൽക്കുവാൻ കഴിയില്ല, അവർ ഒളിക്കുകയായിരിക്കും ചെയ്യുക. എന്നാൽ എന്താണ് the purpose? The very purpose in giving the third angel's message is to prepare a people stand true to him. Stand true to him during the investigative judgment. പ്രിയപ്പെട്ടവരെ, are we fulfilling our purposes in this world? As schools, as churches, as publishing houses, as sanitariums, as hygienic restaurants, as treatment rooms, or as food factories, are we as a church fulfilling our purpose of calling in this world? Are we preparing a people stand true to him during the investigative judgment, or are we drinking the very wine of Satan? ഈ ലോകത്തിൻ്റെ നിയമങ്ങളെ, ഈ ലോകത്തിൻ്റെ നിർദ്ദേശങ്ങളെ, ഈ ലോകത്തിൻ്റെ താല്പര്യങ്ങൾക്കായി നിലനിൽക്കുന്ന ഒരു വ്യക്തിയായി, ഒരു സ്ഥാപനമായി നാം തരം താഴുന്നുവോ? അങ്ങനെയെങ്കിൽ നാമും ആ മദ്യം കുടിച്ച് മത്തരായി തീർന്നിരിക്കുന്നു എന്നതാണ് സത്യം. എന്നാൽ നമ്മുടെ ദൗത്യത്തെക്കുറിച്ച് പരിശുദ്ധനായ ദൈവം ഓർമ്മിപ്പിക്കുന്നത് ലൂക്കോസിൻ്റെ പുസ്തകം 1 അധ്യായത്തിൽ യോഹന്നാൻ സ്നാപകനെ ദൈവം വിളിച്ചു. ആ സ്നാപക യോഹന്നാനിലൂടെ ദൈവം ചെയ്ത മഹത്വകരമായ പ്രവൃത്തി അവൻ എന്താണ് ചെയ്തത്? 16-17 വാക്യങ്ങളിൽ ഇപ്രകാരം പറയുന്നു: അവൻ ഗർഭത്തിൽ വച്ച് തന്നെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയും. അവൻ ഇസ്രായേൽ മക്കളിൽ പലരെയും അവരുടെ ദൈവമായ യഹോവയിലേക്ക് തിരിച്ചു വരുത്തും. അതുകൊണ്ട് അതുമാത്രമാണോ, അവൻ അപ്പന്മാരുടെ ഹൃദയങ്ങളെ മക്കളിലേക്കും വഴങ്ങാത്തവരെ നീതിമാന്മാരുടെ ബോധത്തിലേക്കും തിരിച്ചുകൊണ്ട് ഒരുക്കമുള്ള ഒരു ജനത്തെ കർത്താവിന് വേണ്ടി ഒരുക്കുവാൻ അവന് മുൻപായി ഏലിയാവിൻ്റെ ആത്മാവോടും ശക്തിയോടും കൂടെ നടക്കും. എന്തായിരുന്നു യോഹന്നാൻ സ്നാപകന്റെ ഈ ഭൂമിയിലെ ദൗത്യം? യേശുക്രിസ്തുവിന്റെ ഒന്നാമത്തെ വരവിന് വേണ്ടി ഒരുക്കമുള്ള ഒരു ജനത്തെ ഒരുക്കുക. യേശുക്രിസ്തുവിന്റെ ഒന്നാമത്തെ വരവിന് വേണ്ടി ഒരുക്കമുള്ള ഒരു ജനത്തെ ഒരുക്കുക. ദാറ്റ് വാസ് ദ മിഷൻ ഓഫ് ജോൺ ദ ബാപ്റ്റിസ്റ്റ്. എന്താണ് നമ്മുടെ ഇന്നത്തെ ദൗത്യം? എന്താണ് നമ്മുടെ സെവൻത് ഡേ അഡ്വന്റിസ്റ്റ് സഭയുടെ ദൈവത്തിന് ശേഷിപ്പെന്ന് അവകാശപ്പെടുന്ന നമ്മുടെ ദൗത്യം എന്താണ്? ഇറ്റ് ഈസ് ടു പ്രിപ്പയർ എ പീപ്പിൾ ഫോർ ദ സെക്കൻഡ് കമ്മിങ് ഓഫ് ജീസസ്. Nothing else. Through our schools, through our churches, through our publishing houses, through whatever we have as a church, our only purpose in this world, our purpose of existence in this world is to prepare a people for the coming of the Lord, to prepare a people to stand true to him during the investigative judgment. ഇന്നത് സ്വർഗത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് തിരിച്ചറിയാതെ, വകതിരിവില്ലാതെ, അത് മനസ്സിലാക്കുവാൻ കഴിവില്ലാതെ, സ്ഥലകാലബോധമൊക്കെ നഷ്ടപ്പെട്ട് ഇന്ന് സാത്താൻ്റെ മദ്യം കുടിച്ച് മത്തരായി തീർന്നിരിക്കുന്നവരാണോ നാം ഓരോരുത്തരും? അവൻ്റെ മദ്യം കുടിച്ചവരാണ് നാമെങ്കിൽ ഈ അടയാളങ്ങളൊന്നും നമ്മെ സ്വാധീനിക്കുകയില്ല.
ഈ മഹാവ്യാധികളും ഈ ദുരിതങ്ങളും ഈ ദുരന്തങ്ങളും ഈ കൊടും ഭീകരതകളും ചുഴലിക്കാറ്റുകളും പേമാരികളും ഫംഗസുകളും വിവിധങ്ങളായ ശോധനകളും ഒന്നും നമ്മെ സ്വാധീനിക്കുവാൻ പോകുന്നില്ല. വി വിൽ നോട്ട് കെയർ ഫോർ ഇറ്റ് ബിക്കോസ് വി ആർ ഡ്രങ്ക്. കാരണം നാം ആ മദ്യം കുടിച്ച് മത്തരായി സ്ഥലകാലബോധമൊക്കെ നഷ്ടപ്പെട്ട് വകതിരിവില്ലാത്തവരായി തീർന്നിരിക്കുന്നു. എന്നാൽ എനിക്കും നിങ്ങൾക്കും കൃപയുടെ വാതിൽ അടയുന്നതിന് മുൻപായി വീണ്ടും ഒരു അവസരം കൂടെ ഇന്ന് പകൽക്കാലം ദൈവം വച്ച് നീട്ടുകയാണ്. നമ്മുടെ കണ്ണുകൾ തുറക്കപ്പെട്ടാൽ ലോത്തും നോഹയും ലഹരി വിട്ടുണർന്നപ്പോൾ അവരുടെ മക്കൾ അവരോട് ചെയ്തത് എന്തെന്ന് മനസ്സിലാക്കിയതുപോലെ നാം ഓരോരുത്തരും ഈ അന്ത്യ നിമിഷങ്ങളിൽ കൃപയുടെ വാതിൽ അടയും മുൻപ് ഏറ്റവും ശക്തിയോടെ എഴുന്നേറ്റ് ദൈവത്തിൻ്റെ വചനത്തെ ഹൃദയത്തിൽ സ്വീകരിച്ച് സന്തോഷത്തോടും സമർപ്പണത്തോടും സ്വയത്തെ ത്യജിച്ച് ക്രിസ്തുവിന് വേണ്ടി നീതിയുടെ ദാസന്മാരായി നിലനിൽക്കുവാനായിട്ട് കർത്താവ് ഇന്ന് പകൽക്കാലം നമ്മെ വിളിക്കുകയാണ്. ഒരിക്കൽ ആ വാതിലടഞ്ഞാൽ നാം നമ്മുടെ ലഹരി വിട്ട് ഈ പ്രതിസന്ധികളും ശോധനകളും ഒക്കെ ലോകത്തിൽ വചനം പറഞ്ഞ പ്രകാരം സംഭവിക്കുവാൻ തക്കവണ്ണം ഇടയാകുമ്പോൾ ഈ ലഹരിയുടെ കെട്ടൊക്കെ വിടും. അന്ന് എഴുന്നേറ്റ് വരും. അന്ന് പറയും, ദൈവമേ ഞങ്ങളെ കൈക്കൊള്ളണമേ. പക്ഷെ ദൈവം ആ വാതിൽ തുറക്കുകയില്ല. ദൈവം ആ വാതിലുകൾ അടച്ചു കളയും. Therefore ഇന്ന് ഈ കൃപയുടെ വാതിൽ തുറന്നു പിടിച്ചിരിക്കുന്ന ഈ നാളുകളിൽ നാം ഇനിയും നമ്മുടെ ഹൃദയത്തെ കഠിനപ്പെടുത്താതെ സാത്താൻ്റെ മദ്യത്തെക്കുറിച്ച് മത്തരായി സ്ഥലകാലബോധം നഷ്ടപ്പെട്ട് നാം ഈ ലോകത്തിൽ വകതിരിവില്ലാത്തവരായി നിലനിൽക്കാതിരിക്കേണ്ടതിന് നമുക്ക് നമ്മുടെ വാഗ്ദത്തങ്ങളെ, നമുക്ക് ദൈവം നൽകിയ വാഗ്ദത്തങ്ങളെ ഹൃദയത്തിൽ ഓർത്തും സ്വീകരിച്ചും പ്രാപിച്ചും ധ്യാനിച്ചും കൊണ്ട് നമുക്ക് ആ യേശു ക്രിസ്തുവിൻ്റെ മഹത്വ പ്രത്യക്ഷതയ്ക്കായി കാത്തിരിക്കാം. കാരണം നമ്മുടെ പിതാക്കന്മാർ, നമ്മുടെ പൂർവ്വപിതാക്കന്മാരായ ഈ സഭയുടെ ആദിമ കാലത്തുണ്ടായിരുന്ന നേതാക്കന്മാരായ വിശ്വസ്തരായവർ അവരുടെ സർവ്വത്തെയും അവർ ത്യാഗം ചെയ്ത്, ജെയിംസ് വൈറ്റ്, ജോസഫ് ബേറ്റ്സ്, ജെയിൻ ലഫ്ബറോ, ജെയിൻ ആൻഡ്രൂസ്, എലൻ വൈറ്റ് തുടങ്ങിയ വിശ്വസ്തരായ എത്രയോ പേർ അവർക്കുള്ള സർവ്വത്തെയും ത്യാഗം ചെയ്ത് അവർ വാഗ്ദത്തം ചെയ്ത യേശു ക്രിസ്തുവിന് വേണ്ടി നോക്കിപ്പാർക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നു. അവർക്ക് സംഭവിച്ചതൊന്നും അവർ കാര്യമാക്കിയില്ല. കാരണം they were not drunk. അവർ മത്തരായിരുന്നില്ല. അവർക്ക് സ്ഥലകാലബോധമില്ലാത്തൊരു അവസ്ഥയായിരുന്നില്ല. അവർക്ക് കാര്യങ്ങളെ വിവേചിച്ചറിയുവാൻ കഴിവുണ്ടായിരുന്നു. അതുകൊണ്ട് യേശുവിൻ്റെ വരവ് എത്രയും സമീപം എന്ന് ബോധ്യപ്പെട്ട് അതിനനുസൃതമായി ദിനംതോറും ജീവിച്ച് ആ വരവിനെ നോക്കിപ്പാർക്കുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ അത്ഭുതകരമായ കൃപയും ആഗ്രഹവും അവരുടെ ഉള്ളിൽ ഉണ്ടായിരുന്നു. ആയതിനാൽ പ്രിയപ്പെട്ടവരെ, ഇന്ന് ലോകം ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ശോധനകളിലൂടെ നാം ഓരോരുത്തരും ഈ നാളിൽ കടന്നു പോവുകയാണ്. ഈ ശോധനകൾ, ഈ മഹാവ്യാധികൾ, ഈ മഹാപ്രതിസന്ധികൾ നാം കണ്ടിട്ടെങ്കിലും എഴുന്നേറ്റ് യേശുക്രിസ്തുവിൻ്റെ സന്നിധിയിൽ മാനസാന്തരപ്പെട്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ മടങ്ങി വന്ന് സ്ഥലകാലബോധം മടക്കി ലഭിച്ച്, വിശ്വസ്തതയുടെ അനുഭവങ്ങൾ മടക്കി ലഭിച്ച്, വകതിരിവ് മടക്കി ലഭിച്ച് യേശുവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ നമുക്ക് നമ്മുടെ കണ്ണുകളെ പർവ്വതങ്ങളുടെ മുകളിലേക്ക് ഉയർത്താം. യഹോവയായ ദൈവം യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് മടങ്ങി വരുന്നു. ആ മടങ്ങി വരവിൻ്റെ പ്രത്യാശാ ഗാനങ്ങളെ ആലപിച്ച് ഇന്ന് പകൽക്കാലം നമുക്ക് നമ്മുടെ ശക്തിയെ പുതുക്കാം. ഞാൻ നിങ്ങളും അപ്രകാരം യേശുവിനെ എതിരേൽക്കുവാൻ തക്കവണ്ണം കാത്തിരിക്കുന്ന വിശുദ്ധന്മാരുടെ ആ ചെറിയ കൂട്ടത്തിൽ എണ്ണപ്പെടുമോ, അതോ മത്തരായി ഈ ലോകത്ത് സ്ഥലകാലബോധം നഷ്ടപ്പെട്ട് വകതിരിവില്ലാത്തവരായി നഷ്ടപ്പെടുന്നവരായി എണ്ണപ്പെടുവാനിടയുള്ള ആ മെജോറിറ്റിയോടുകൂടെ നിലനിൽക്കുവാൻ തക്കവണ്ണം തീർച്ചപ്പെടുത്തുമോ? എന്തായിരിക്കും എൻ്റെയും നിങ്ങളുടെയും തീരുമാനം? മനോഹരമായ ഒരു പാട്ട്, മനോഹരമായ ഒരു ഗാനം, ആ പാട്ട് നാം ഹൃദയത്തിൽ ഏറ്റുപാടുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ വരവ് എത്രയും സമീപം എത്തിച്ചേർന്നിരിക്കുന്നു, എത്രയും സമീപം എത്തിച്ചേരിക്കുന്നു. ആ പാട്ട് നാം ഒരുമിച്ച് ചേർന്ന് പാടി സമർപ്പണത്തോടെ യേശുവിൻ്റെ വരവിന് വേണ്ടി നമുക്കെല്ലാവർക്കും നമ്മുടെ ജീവിതങ്ങളെ ഒരുക്കാം. പാട്ടുപുസ്തകത്തിലെ 592 പാട്ട്, ശോഭയേറും ഓർ നാടുണ്ടത്, there is a land that is fairer than day. എത്ര മനോഹരമായ പാട്ട്! നമ്മുടെ പൈനിയേഴ്സ് ഹൃദയം കൊണ്ട് യേശുവിൻ്റെ വരവിനെ നോക്കിപ്പാർത്ത് ഓരോ ക്യാമ്പ് മീറ്റിങ്ങുകളിലും അവർ പാടി വന്ന ഒരു മനോഹരമായ പാട്ടായിരുന്നു there is a land that is fairer than day. ആ നാളിന് വേണ്ടി, ആ നാട്ടിൽ പ്രവേശിക്കുവാൻ, ആ അനുഭവത്തിൽ പ്രവേശിക്കുവാൻ പ്രത്യാശയോടെ നമുക്ക് നമ്മെ തന്നെ ഇന്ന് പകൽക്കാലം സമർപ്പിച്ചുകൊണ്ട് ഈ പാട്ട് പാടി ദൈവത്തിന് മുൻപാകെ നമുക്ക് നമ്മുടെ ജീവിതങ്ങളെ ഏൽപ്പിക്കാം. അതിനായി പരിശുദ്ധനായ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ. വേഗം നാം ചേർന്നിടും
ഭംഗിയേറിയ തീരത്ത്. ശോഭയേറും ഓർ നാടുണ്ടത്, കാണമേ ദൂരെ വിശ്വാസത്താ. താതൻ വാസം നമുക്കൊരുക്കി നിൽക്കുന്നുണ്ടക്കരെ കാത്തതാ. വേഗം നാം ചേർന്നിടും ആ തീരത്തിൽ. വേഗം നാം ചേർന്നിടും ഭംഗിയേറിയ തീരത്ത്. നാമശോഭന നാട്ടിൽ പാടും വാഴ്ത്തപ്പെട്ടോരുടെ സംഗീതം. ഭേദം മോദനമങ്ങില്ലല്ലോ, നിത്യം സൗഭാഗ്യമാത്മാക്കൾക്ക്. വേഗം നാം ചേർന്നിടും ഭംഗിയേറിയ തീരത്ത്. വേഗം നാം ചേർന്നിടും തീരത്ത്. സ്നേഹമാം സ്വർഗതാതനുടെ സ്നേഹദാനത്തിനും നാൾക്കുനാ വീക്ഷയെന്നെ തരും നന്മയ്ക്കും കാഴ്ചയായി നാം സ്തോത്രം പാടിടും. വേഗം നാം ചേർന്നിടും ഭംഗിയേറിയ തീരത്ത്. വേഗം നാം ചേർന്നിടും ഭംഗിയേറിയ തീരത്ത്. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന സ്വർഗീയ പിതാവേ, തിരുനാമത്തിന് നന്ദിയോടെ ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ മുൻകാല പൂർവികർ വളരെ പ്രത്യാശയോടുകൂടെ കാത്തിരുന്ന, അങ്ങയെ പ്രത്യാശയോടുകൂടെ സ്തുതിച്ചതായ ഗാനങ്ങൾ കേൾക്കുവാൻ, അവരുടേതായ പ്രത്യാശയെക്കുറിച്ച് കേൾക്കുവാൻ അടിയങ്ങളെ എന്ന ഇടയാക്കിയതോർത്ത് ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അവരായിരുന്നതായ പ്രത്യാശയിൽ ജീവിപ്പാൻ അടിയങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ വരവിന് വേണ്ടി ഒരുങ്ങുവാനും അനേകായിരങ്ങളെ ഒരുക്കുവാനും അടിയങ്ങളെ അവിടുന്ന് ശക്തീകരിക്കണമേ, ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടുകൂടെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ കർത്താവെ അങ്ങയുടെ സത്യത്തെ വിളിച്ചോതുന്നവരായി ജീവിപ്പാൻ, അങ്ങയ്ക്ക് വേണ്ടി ജീവിക്കുന്നവരായി ജീവിപ്പാൻ അടിയങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത്രത്തോളം ഞങ്ങളെ അനുഗ്രഹിച്ച കൃപയ്ക്കായി സ്തോത്രം. കർത്താവെ, വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു സന്ദേശം അങ്ങയുടെ ശ്രേഷ്ഠദാസനിലൂടെ എന്ന് കേൾക്കുവാൻ ഇടയാക്കിയല്ലോ. ആ വലിയ ദയോർത്ത് ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു. അങ്ങയുടെ ശ്രേഷ്ഠദാസനെ അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ, കുടുംബമായി കൂടുതലായി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ സെക്ഷനെ അവിടുത്തെ കരങ്ങൾ തരുന്നു. കർത്താവ് അവിടുന്ന് കൂടുതലായി അനുഗ്രഹിക്കണമേ, നേർത്തതയെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു.
അതുപോലെ സ്വദേശത്തും വിദേശത്തുമായിരുന്ന ഞങ്ങളെ ശ്രദ്ധിച്ച എല്ലാ ദൈവമക്കളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. അങ്ങയുടെ ആത്മാവിനാൽ നിറയ്ക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ശക്തിയുള്ളവരായി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ കർത്താവെ അങ്ങയ്ക്ക് വേണ്ടി ശുഭിപ്പാൻ അവിടെ ഞങ്ങളെ ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പൈശാചികനെ ഇടച്ച വെക്കാതെ വണ്ണം അവൻ്റെ സകല തന്ത്രങ്ങളെയും ചെയ്യിപ്പാൻ വേണ്ട വിശ്വാസത്തെ അവിടെ ഞങ്ങൾക്ക് നൽകണമേ. അവിടുന്ന് അവസാനം മേഘാരൂഢനായി വരുമ്പോൾ അവിടുത്തെ വിശുദ്ധന്മാർ കൂടെ ആയിരിക്കാൻ ഞങ്ങളെ ഓരോരുത്തരും ഒരുക്കുമാറാൻ പ്രാർത്ഥിക്കുന്നു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി മാരകമാരിയാൽ കഷ്ടമനുഭവിക്കുന്നതായ എല്ലാ ദൈവജനത്തെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ആശ്വാസമാർന്ന കരം നീട്ടി അവിടുന്ന് സ്പർശിക്കണമേ. പൂർണ്ണ വിടുതൽ അവിടെ നൽകണമേ. എൻ്റെ ദൈവം ഞങ്ങൾക്ക് വലിയവ ചെയ്തുവെന്ന് പറവാൻ അവിടുത്തെ സാന്നിധ്യം അവരോട് കൂടിയിരിക്കണമേ. ഇത്രത്തോളം ഞങ്ങളെ അനുഗ്രഹിച്ചല്ലോ, ആ വലിയ ദയക്കായി സ്തോത്രം. വീണ്ടും അങ്ങയുടെ കരങ്ങളിൽ ഞങ്ങളെ താഴ്ത്തി സമർപ്പിക്കുന്നു. എല്ലാം യേശു മൂലം താഴ്മയെ ചോദിക്കുന്നു. കൃപയോടെ കേൾക്കണം പരിശുദ്ധ പിതാവേ, ആമേൻ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം ചൊല്ലണമേ, അങ്ങയുടെ രാജ്യം വരണമേ, തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ സകല ദോഷങ്ങളോട് വിധിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അവിടത്തേക്കുള്ളതല്ലോ. ആമേൻ. സകല ബുദ്ധിയെയും കവിയുന്ന പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും കാവലും സഹവാസവും കർത്താവിൽ പ്രിയമുള്ളവരെ നിങ്ങളുടെ എല്ലാവരുടെ മേലും പ്രത്യേകിച്ച് യേശു ക്രിസ്തുവിൻ്റെ വരവിന് വേണ്ടി പ്രത്യാശയോടെ നോക്കി പാർക്കുവാൻ തക്കവണ്ണം വിളിക്കപ്പെട്ടവരായ നമ്മുടെ ഓരോരുത്തരുടെ മേലും ഇന്നു മുതൽ എന്നേക്കും കാലത്തോളവും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ. അനുഗ്രഹത്തോടെ അയക്കാടിയാരെ യഹോവായേ, മനസ്സലിവുടയ മഹോന്നത പരനേ, വന്ദനം നിനക്കാമേ. മനസ്സലിവുടയ മഹോന്നത പരനേ, വന്ദനം നിനക്കാമേ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെട്ട് മാറാകട്ടെ. ഇന്ന് വിശുദ്ധ ശബ്ദദിവസത്തിൽ എല്ലാ ശുശ്രൂഷയിലും പങ്കെടുത്തതായ എല്ലാ ദൈവമക്കളെയും കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രത്യേകമായ നന്ദിയും കടപ്പാടും ഞാൻ രേഖപ്പെടുത്തുന്നു. അതുപോലെ ഇന്ന് വചനം ശുശ്രൂഷിച്ച കർത്താവിൻ്റെ ശ്രേഷ്ഠദാസൻ പാസ്റ്റർ രാജേഷ് അവരുടെ ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രത്യേകമായ നന്ദി ഞാൻ രേഖപ്പെടുത്തിക്കൊള്ളുന്നു. സ്വദേശത്തും വിദേശത്തുമായിരുന്നു ഞങ്ങളെ ശ്രദ്ധിച്ച എല്ലാ ദൈവമക്കളെയും കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ആശിഷമേകും വിശുദ്ധ ദിനം, കർത്തൃദിനമാം ശുഭ. ആശിഷമേകും വിശുദ്ധ ദിനം, സൃഷ്ടാവാം ദൈവത്തെ ഓർക്കും ദിനം, കർത്താവിനെ ആരാധിക്കുന്ന. സൃഷ്ടാവാം ദൈവത്തെ ഓർക്കും ദിനം, കർത്താവിനെ ആരാധിക്കുന്ന. ആശിഷമേകും വിശുദ്ധ ദിനം, കർത്തൃദിനമാം ശുഭ. ആശിഷമേകും വിശുദ്ധ ദിനം.
ആശിഷമേകും വിശുദ്ധ ദിനം കർത്തൃദിനമാം ശബ ആശിഷമേകും വിശുദ്ധ ദിനം സൃഷ്ടാവും ദൈവത്തെ ഓർക്കും ദിനം കർത്താവിനെ ആരാധിക്കുന്ന സൃഷ്ടാവും ദൈവത്തെ ഓർക്കും ദിനം കർത്താവിനെ ആരാധിക്കുന്ന കർത്തൃദിനമാം ശബ ആശിഷമേകും വിശുദ്ധ ദിനം കർത്തൃദിനമാം ശബ ആശിഷമേകും വിശുദ്ധ ദിനം കർത്തൃദിനമാം ശബ ആശിഷമേകും വിശുദ്ധ